നമസ്തേ പുത്തൻപള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സമൃദ്ധമായ നിറപുത്തരി കാഴ്ചകൾ നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. ശബരിമല, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം മാത്രമല്ല എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും നിറപുത്തരി ആണ് ഇന്ന്. എന്തായാലും ആ വിശേഷങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, എൻ്റെ പുറകിൽ കാണുന്ന പോലെ വയനാട് ആ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. അവിടെ നിന്നുമുണ്ട് നമുക്ക് നിരവധി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. അവരുടെ വേദനകളും നേരിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിനം ആരംഭിക്കാം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ടാണ്. കർക്കിടകം 14, അത്തം നക്ഷത്രം. ഇന്നത്തെ രാഹുകാല സമയം ഉച്ചയ്ക്ക് 12:30 മുതൽ 2:03 വരെ. നമസ്കാരം. ഇന്നത്തെ ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് ഇത് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,421ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം നടത്തിയ ദിനം മുതൽക്കാണ് കലി തുടങ്ങിയിട്ടുള്ളത് എന്നാണ്. അന്നേ ദിവസം മുതൽക്ക് എണ്ണിയ അനുസരിച്ചാണ് ഈ 18,72,421 ഈ ദിവസം വരുന്നത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 14 തീയതിയാണ്. ശകവർഷം 1947 ശ്രാവണ മാസം 8 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 30 തീയതിയാണ്. ഇത് ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ഷഷ്ടി തിഥിയാണ്. കരണം പന്നിക്കരണമാണ്. നിത്യയോഗം സിദ്ധനാമ നിത്യയോഗമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് അത്തം നക്ഷത്രമാണ്. ഉദയത്തിന് വരുന്നത് ഞാറ്റുവേല, പൂയം ഞാറ്റുവേല തന്നെയാണ്. ഇന്ന് ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17:29 ഉദയം സംഭവിക്കുന്നത്. അസ്തമയം വൈകിട്ട് 6:43:13 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഈ ഉദയാസ്തമയങ്ങൾ പറയുന്നത്. ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം ഉത്തര ദക്ഷിണ കേരളത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇന്ന് ദിനമാനം വരുന്നത് 12 മണിക്കൂർ 25 മിനിറ്റ് 44 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യത്തിനാണ് ദിനമാനം എന്ന് പറയുന്നത്. ഈ ദിനമാനം ക്രമേണ കുറഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് ദക്ഷിണായന കാലമാണ്. ദക്ഷിണായനം കൂടുതൽ മുന്നോട്ട് പോകും തോറും ഈ പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരും. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:30 തുടങ്ങി 2:03 വരെ ഉള്ള സമയത്താണ് രാഹുകാലം ഉണ്ടാവുന്നത്. ഗുളികകാലം രാവിലെ 10:37 തുടങ്ങി 12:30 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 7:50 തുടങ്ങി 9:23 വരെയുള്ള സമയത്താണ്. രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് നിഷിദ്ധമാണ്. യാത്ര പോകുന്നതും മറ്റും ആ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാണ്. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പുതിയതായ എന്തെങ്കിലും തുടങ്ങുക അല്ലെങ്കിൽ ശുഭാരംഭത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെയും ഇന്ന് വർജിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് 12:28 വരെയും 12:32 മുതൽ 12:54 വരെയുമാണ്. 12:06 മുതൽ 12:84 വരെയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അതിലെ മധ്യത്തിൽ 4 മിനിറ്റ് സന്ധി ഒഴിവാക്കാറുണ്ട്. ഇന്ന് ഉദയത്തിന് വരുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം പൊതുവേ ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്ര, വിദ്യാരംഭം, അതുപോലെ വിവാഹം നടത്തുന്നതിന് പുതിയ ഭൂഷണം ധരിക്കുക, സ്വർണ്ണാഭരണങ്ങളും മറ്റും ധരിക്കുന്നത്, അതുപോലെ ഗൃഹാരംഭത്തിന്, ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാദി കർമ്മങ്ങൾക്കൊക്കെ അത്തം നക്ഷത്രം അനുകൂലമായിട്ടുള്ളതാണ്. തിഥി വരുന്നത് ഷഷ്ടി തിഥിയാണ്. ഇതും ശില്പ വാസ്തുകർമ്മങ്ങൾക്കും ആഭരണാദികൾ ധരിക്കുന്നതിനും ഒക്കെ നല്ലതാണ്. അതുപോലെ യുദ്ധാരംഭത്തിനും നല്ലതാണ്. ഇന്നത്തെ ശുഭദിന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു.
എല്ലാവർക്കും ശ്രീരാമചന്ദ്ര അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമുക്കിനി വാർത്തകളിലേക്ക് എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കടലാകും തീരം ഉയരെ തിരയുന്നു ജീവൻ ഉയരോ പിടയുന്നു. കേരളത്തിന്റെ തീരാനോവ്. വയനാട് മഹാദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. വരുമാനവും കിടപ്പാടവും ഇല്ലാതെ ദുരിതബാധിതർ. പാഴ്വാക്കായി പിണറായി സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ എങ്ങും എത്താതെ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ്. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യസഭയിൽ ഇന്നും ചർച്ച. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം വൈകിട്ട്. ലോക്സഭയിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മോദി. കോൺഗ്രസിന് പാകിസ്ഥാന്റെ സ്വരമെന്ന വിമർശനം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴി തെളിയുന്നു. ഇരുവർക്കും ജാമ്യം ഉടൻ. നടപടി BJP കേരള ഘടകത്തിന്റെ ഇടപെടലിന് പിന്നാലെ. റഷ്യയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രത രേഖപ്പെടുത്തി. അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൃദ്ധിയുടെ പ്രതീകമായി നിറപുത്തരി. ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി നിറപുത്തരി ചടങ്ങ്. ശ്രീകോവിലിൽ പൂജിച്ച കതിർക്കറ്റകൾ പ്രസാദമായി ഏറ്റുവാങ്ങി ഭക്തർ. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 കളക്ടർമാരടക്കം 25 ഉദ്യോഗസ്ഥർക്ക് മാറ്റം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മാറ്റി. നിസാർ വിക്ഷേപണം ഇന്ന്. ഭൂമിയിലെ ചെറുമാറ്റങ്ങൾ വരെ തിരിച്ചറിയാൻ കഴിയുന്ന അസാധാരണ ഉപഗ്രഹം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരുക വൈകിട്ട് 5:40. പുത്തൻ പ്രതീക്ഷകളുമായി ISRO നാസ സംയുക്ത പദ്ധതി. കള്ളപ്പണ ഇടപാട് പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കി ED. നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പരാതി. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിലും അന്വേഷണം. ചേർത്തല പള്ളിപ്പുറത്തെ ദുരൂഹത നീക്കാൻ ക്രൈംബ്രാഞ്ച്. ബിന്ദുവിനും ജയനമ്മയ്ക്കും പുറമെ ആയിഷയുടെ തിരോധാനവും അന്വേഷിക്കും. നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ വീട് പരിശോധിക്കാൻ അനുമതി തേടും. ഉള്ളുപൊട്ടലിന്റെ ഒരാണ്ട്. കേരളത്തിന്റെ കണ്ണീരായി മാറിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരാണ്ട്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ഗ്രാമത്തെ സർവനാശത്തിലേക്ക് തള്ളിയിട്ട മഹാദുരന്തം. വാക്കുകൾ വിവരിക്കുന്നതിന് അപ്പുറം സമാനതകളില്ലാത്ത ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് ഈ നാട് ഇന്നും. വലിയ പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമായിരുന്നു ഈ ചൂരൽമല എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ അവസ്ഥ ഇപ്പം ഈ ഒരു രീതിയിലാണ്.
നിരവധി പ്രശ്നങ്ങളാണ് ശരിക്കും ഈ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സമയം രാത്രി 11:45. വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് പുഞ്ചിരിമട്ടം മലയിലെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണത്. രാത്രിയിലെ അഗാധ നിദ്രയിൽ ആരും ഒന്നും അറിഞ്ഞില്ല. കൂടെ കോരിച്ചൊരിയുന്ന മഴയും. തുടർന്ന് 12 മണിക്കും 1 മണിക്കുമിടയിൽ ഉരുളിന്റെ അവശിഷ്ടങ്ങൾ പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയത്തെയും ചൂരൽമലയെയും അപ്പാടെ വിഴുങ്ങി. എങ്ങും കല്ലും ചെളിയും മാത്രം. തൊട്ടടുത്ത് നിൽക്കുന്നത് പോലും കാണാൻ കഴിയാത്തത്ര കൂറ്റാക്കൂരിരുട്ടും. പുലർച്ചെയായതോടെയാണ് ആദ്യ ശബ്ദ സന്ദേശം ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുന്നത്. എന്നാൽ പുന്നപ്പുഴ ഗതിമാറി ഒഴുകിയതും കൂറ്റൻ പാറകളും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. പിന്നീട് നാട് കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ്. ലഭ്യമാകുന്ന മുഴുവൻ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത മേഖലയിലേക്ക് എത്തി. ഒപ്പം നാട്ടുകാരും. പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത ഏവരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. NDRF, ഫയർഫോഴ്സും പോലീസും ചേർന്ന പുന്നപ്പുഴയ്ക്ക് കുറുകെ വടം കെട്ടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സൈന്യം കൂടി സ്ഥലത്തെത്തിയതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലായി. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ പുഞ്ചിരിമട്ടം വരെ രക്ഷാപ്രവർത്തനമെത്തി. ഇവിടങ്ങളിൽ നിന്നെല്ലാം മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തി. കുടുംബത്തിലെ എല്ലാവരും മണ്ണിനടിയിലായി ഒറ്റപ്പെട്ടവർ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ, സുഹൃത്തുക്കൾ, അയൽപ്പക്കക്കാർ. കൂറ്റൻ പാറകൾക്കിടയിലും നിറഞ്ഞു നിൽക്കുന്ന ചെളിയിലും അവരെ തപ്പിയിറങ്ങിയ മനുഷ്യർ. ഒരു നാടിന്റെ തന്നെ കണ്ണീരായി ചൂരൽമല മാറി. ദുരന്തത്തിൽ ആകെ 298 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 32 പേരെ ഇതുവരെയും കണ്ടെത്താനായില്ല. ഒരു വർഷത്തിനിപ്പുറവും ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും തേങ്ങുകയാണ്. ഉരുൾപൊട്ടലിന്റെ ഭീകരത മനസ്സിലാക്കാൻ ഈ ഒരു കല്ല് കണ്ടാൽ തന്നെ മതിയാകും. ഇത്തരത്തിൽ നിരവധി പാറക്കഷ്ണങ്ങളും കല്ലുകളുമാണ് പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും ഒഴുകിയെത്തിയത്. ക്യാമറമാൻ അനീഷ് കാട്ടക്കടക്കൊപ്പം അർജുൻ PS, ജനം, വയനാട്. നമുക്ക് നേരെ മുണ്ടക്കൈയിലേക്ക് തന്നെ എത്താം. രാജീവ് ചേരുന്നുണ്ട് അവിടെ നിന്നും. രാജീവ്, പ്രകൃതി ഭൂപടം തന്നെ മാറ്റി എഴുതിയപ്പെട്ട ആ കറുത്ത ദിനത്തിന് ഒരാണ്ട് തികയുകയാണ്. ഇന്നലെ മുതൽ രാജീവും ഞങ്ങളുടെ സംഘവും ഒക്കെ അവിടെയുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ നേരിട്ട് കാണുന്ന കാഴ്ചകൾ തന്നെ അറിയാൻ തന്നെയാണ് ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് മാത്രം ഒതുങ്ങുന്നില്ല. ഇന്നത്തെ ദിവസം മാത്രം ഇത് ഓർത്തെടുത്താൽ പോരാ എന്ന് വീണ്ടും വീണ്ടും നമ്മളെല്ലാവരും ഓർക്കേണ്ടതും കൂടെയാണ്. തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രദേശവാസികൾ പങ്കുവച്ച ആശങ്കകൾ, അവരുടെ ഉറ്റവരും ഉടയവരുമൊക്കെയാണ് നഷ്ടപ്പെട്ടത്. അവർ പങ്കുവച്ച നിരവധി ആശങ്കകളുണ്ട്. അവരുടെ പ്രതീക്ഷകൾ കൂടിയാണ് ആ ഉരുൾപൊട്ടലിൽ തകർത്തെറിഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയിലാണ്. മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഇവിടെ ഒരു നിരവധി കുടുംബങ്ങൾ ഇവിടെ പാർത്തിരുന്നു എന്ന് പറയുമ്പോൾ ആ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. 100-ന് മുകളിൽ കുടുംബങ്ങൾ ഈ ഒരു മേഖലകളിൽ മാത്രം അധിവസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മേഖല ഇന്ന് ഏത് രീതിയിലാണെന്ന് ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു തരും. ഈ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ഏറ്റത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല അപ്പാടെ ഒലിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു പുഴ ഒഴുകി എത്തി, അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു ഭൂമി ഒട്ടാകെ, അവിടെ ഉണ്ടായിരുന്ന വീടുകളും അതുപോലെ തന്നെ ആൾക്കാരെയും എല്ലാം ഒട്ടാകെ ഒഴുക്കിക്കൊണ്ട് ചാലിയാറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രമേൽ വലിയ ഒരു കാഠിന്യത്തിൽ തന്നെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഈ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാണ് മുണ്ടക്കൈ, ചൂരൽമല, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം മേഖലകളിൽ ഏൽപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ആ മേഖലയാണ് പുഞ്ചിരിമട്ടം. അവിടെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. അതായത് 29-ന് രാത്രി ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ചെറിയ രീതിയിലാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. തുടർന്ന്
30 പുലർച്ചെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകുന്നു. ആ ഉരുൾപൊട്ടൽ ആണ് വലിയ ആഘാതം ഈ മേഖലയിൽ ഏൽപ്പിച്ചത്. തുടർന്ന് വലിയൊരു പ്രളയ ജലം ഒഴുകി എത്തുകയായിരുന്നു. ആ പ്രളയജലമാണ് മണ്ണും അതുപോലെ തന്നെ വലിയ പാറകളും നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. വലിയ കൂറ്റൻ പാറക്കല്ലുകളാണ് ഈ മേഖലകളിലേക്ക് ഒഴുകി എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വീടുകളെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒഴുകിയെത്തി. തുടർന്ന് ചൂരൽമലയിലേക്ക് അത് ഒഴുകിയെത്തുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 298 പേർ മരിച്ചു എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക്. പക്ഷേ ഇവിടെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 298 ഒന്നുമല്ല, അതിനുമൊക്കെ അപ്പുറത്തേക്ക് മരണസംഖ്യ കടന്നിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ എത്തിയ തൊഴിലാളികൾ, ഇവിടെയുള്ള തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ഇവിടെ ലയങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. മാത്രമല്ല നിരവധി റിസോർട്ടുകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു റോഡാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലും വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചെറിയ ടൗൺ ആയിരുന്നു ഇതെന്ന് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ ജനവാസ മേഖലയല്ല. ഇവിടേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനുൾപ്പെടെ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ നേരത്തെ കഴിഞ്ഞ വർഷം ഇതേ സമയത്തിന് മുൻപൊക്കെ ഇവിടെ ജനവാസ മേഖലയായിരുന്നു. ഇവിടെ ചെറിയൊരു ടൗൺ ആയിരുന്നു, വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശങ്ങളിലൊക്കെ ആളുകൾ അധിവസിച്ചിരുന്നതാണ്. നിരവധി വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴുകിപ്പോയ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇതിനൊപ്പം ഒഴുകിപ്പോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ നമുക്ക് മുന്നിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികളും അതുതന്നെയാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങും എത്തുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. കഴിഞ്ഞ ദിവസം നമ്മൾ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത ഈ ടൗൺഷിപ്പ് സന്ദർശിച്ചിരുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പില്ലറുകൾ മാത്രമാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. 1 വർഷം കൊണ്ട് ഈ ടൗൺഷിപ്പ് പൂർത്തിയാക്കും എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാഗ്ദാനം. മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരമൊരു വാഗ്ദാനം നൽകിയത്. എന്നാൽ ഇതുവരെയായിട്ടും അത് പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം ചൂരൽമലയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഈ ഒരു പരാതിയുമായി എത്തുകയാണ്. ഈ ദുരന്തമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം ഈ ദുരന്തത്തിൽപ്പെട്ടവർ ഒറ്റയ്ക്കല്ല, അവരെ ചേർത്ത് നിർത്തും, അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും, വയനാടിനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പലരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരിന്നും ഒറ്റയ്ക്കാണ്. അവരെ ചേർത്ത് നിർത്താൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ലഭിക്കുന്നില്ല. വീടുകളില്ല, ബന്ധുവീടുകളിലും വാടക വീടുകളിലുമൊക്കെ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യമാണ്. വളരെ മനോഹരമായൊരു ഗ്രാമമായിരുന്നു ഈ മുണ്ടക്കയും ചൂരൽമലയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടവും ഒക്കെ. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടി കഴിഞ്ഞിരുന്നവരാണ്. അവരിപ്പോൾ ബന്ധുവീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ വാടക വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഒരു വീടുകളിൽ തന്നെ 10ഉം 15ഉം പേരുമൊക്കെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല, ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. ഇങ്ങനെ പരാതികൾ നിരവധിയാണ്. അതേസമയം തന്നെ നേരത്തെ ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസമാണ് സർക്കാർ വാഗ്ദാനം നൽകിയത് വയനാട് ഒറ്റയ്ക്കല്ല, വയനാടിനെ നമ്മൾ ചേർത്ത് നിർത്തുമെന്ന്. വയനാടിനെ ഏതായാലും കേരളം ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം വന്നത് 800 കോടി രൂപയ്ക്കടുത്താണ്. എന്നാൽ ചിലവഴിച്ചിരിക്കുന്നത് 90 കോടി രൂപ മാത്രമാണ് എന്ന് പറയുമ്പോൾ മാത്രം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെ തടസ്സപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ആ കാര്യം ചർച്ച ചെയ്യേണ്ടി വരും. ആ രീതിയിൽ ഗുരുതരമായ അനാസ്ഥയും ഗുരുതരമായ അലംഭാവവും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ദുരന്തത്തിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തത്തിൽ, ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എല്ലാം നഷ്ടപ്പെടേണ്ടി വന്ന, ഉടുതുണി മാത്രമായി ഇവിടെ നിന്ന് പോകേണ്ടി വന്ന ഒരു ജനതയുണ്ട്. ഉറ്റവരെയും ഉടയവരെയും ഇവിടെ ഉപേക്ഷിച്ച്, ഈ മണ്ണിനടിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരു ജനതയുണ്ട്. ഒരുപക്ഷെ ജീവൻ തിരിച്ചു കിട്ടിയവർ, വിധി ബാക്കി വെച്ചവർ എന്ന് തന്നെയാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതായത് കൺമുന്നിൽ തന്നെ തങ്ങളുടെ ഉറ്റവരും ഉടയവരുമൊക്കെ ഒഴുകിപ്പോകുന്നതും മണ്ണിനടിയിലേക്ക് ആണ്ടുപോകുന്നതുമൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്ന അവരുടെ മനസ്സ്, ആ ഒരു മനസ്സിൽ ഇന്നും ജീവിക്കുന്നവരെയാണ് വീണ്ടും സർക്കാർ സംവിധാനങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യമാണ് ഇന്നും ഈ മുണ്ടക്കയിലായാലും അതുപോലെ തന്നെ ചൂരൽമലയിലായാലും എല്ലാം നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുണ്ടക്കയിലേക്കും പുഞ്ചിരിമട്ടത്തിലേക്കും ഇപ്പോഴും ആളുകൾക്ക് പ്രവേശനമില്ല. ഇവിടെ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല, അതായത് ഒരു കാലത്ത് ഈ വളരെ സജീവമായിരുന്ന ഒരു മേഖലയാണ്. തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും, ഒരു മുസ്ലിം പള്ളി ഇവിടെയുണ്ട്. അത്തരത്തിൽ വളരെ സജീവമായിരുന്ന ഒരു മേഖലയാണ്. ആ മേഖലയുടെ ഇന്നത്തെ ഒരു അവസ്ഥയാണ് ഒരു ആളും അനക്കവും ഇല്ലാതെ. ഒരുപക്ഷെ ഇന്ന് ഈ ദുരന്തത്തിൻ്റെ വാർഷികമായതുകൊണ്ട് മാത്രം ഇവിടേക്ക് മാധ്യമങ്ങൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ജില്ലാ ഭരണ
ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇവിടേക്ക് അല്ലാത്ത ദിവസങ്ങളിൽ മറ്റാരും എത്താറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് വ്യാപകമായി എത്തുന്നു എന്നാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്ന അത്തരമൊരു മേഖലയായി ഇത് മാറിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞിരുന്ന ആളുകൾക്കാണ് ഇപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നത്. വയനാടിനെ ചേർത്ത് നിർത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ വയനാടിനോട് ഈ അനാസ്ഥ കാണിക്കുന്നത്, അലംഭാവം കാണിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ്. കാരണം വാക്കുകൾ കൂടി വിവരിക്കുന്നതിനുമൊക്കെ അപ്പുറത്താണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ. രാജീവ്, അവിടുത്തെ ജനങ്ങളോട് രാജീവും അരുൺ കൊടുങ്ങൂരും എല്ലാവരും ഇന്നലെ നേരിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോഴും ഭീതിയിലാണ് ഈവൻ നമ്മൾ പോലും. കാരണം വയനാട്ടിൽ മഴ കനക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ എത്രത്തോളം ഭയമാണ് ഇപ്പോഴും ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഈ 2018 പ്രളയത്തിന് ശേഷം ഒരു ചെറുതും വലുതുമായ 2000-ലധികം ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു ജില്ല കൂടിയാണ് വയനാട്. പക്ഷെ പലതും ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഈ അവഗണന അല്ലെങ്കിൽ അതെല്ലാം അവഗണിച്ചതിന് നമ്മൾ നൽകേണ്ടി വന്ന വില അത് വളരെ വലുത് തന്നെയായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആരായേണ്ടതുണ്ട്. രാജീവ്, വയനാട്ടിലേക്ക് തന്നെ എത്താം. രാജീവ് ചേരുന്നുണ്ട്, നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രാജീവ് നേരത്തെ ഈ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ 2 ഗ്രാമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ടൗൺ ഉണ്ടായിരുന്നു, അവിടെ ജനങ്ങൾ തിങ്ങി പാർത്തിരുന്നു, അവിടെ കടകൾ ഉണ്ടായിരുന്നു, അവിടെ സ്കൂൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇനിയുള്ള വരും തലമുറകൾക്ക് പറയേണ്ടി വരുന്നു. ആ ഒരു ഇടം കണ്ടാൽ, ആ ഒരു പ്രദേശം കണ്ടാൽ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അതിശയിക്കും. തീർച്ചയായും ഇവിടെ ആദ്യമായി എത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ അതിശയം തോന്നും. ഇവിടുത്തെ പ്രദേശവാസികൾ നമുക്ക് പറഞ്ഞു തരും, ഇവിടെ ഞങ്ങളുടെ വീടുകളുണ്ടായിരുന്നു, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾ നിന്ന സ്ഥലമാണ് ഈ രീതിയിൽ കിടക്കുന്നത്. പാറകൾ നിറഞ്ഞ് ജലം ഒഴുകുന്ന രീതിയിൽ, ഒരു പുഴ ഒഴുകുന്ന രീതിയിൽ കിടക്കുന്നത് ഇവിടെ വീടുകൾ നിറഞ്ഞു നിന്നിരുന്ന സ്ഥലമാണ്. നിരവധി ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമാണ്. അവർ എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും വീടുകൾ കാണാൻ കഴിയും. അവിടെ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. തൊട്ട് അടുത്തുണ്ടായിരുന്ന വീട് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുന്നു. ബന്ധുക്കളെയും, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ബന്ധുക്കളാണ്, ഉറ്റവരാണ്, അവർ കൺമുന്നിലാണ് ഒലിച്ചു പോകുന്നത്. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് വയനാട്. വലുതും ചെറുതുമായി നിരവധി ഉരുൾപൊട്ടലുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. 2018 പ്രളയത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്. 2000-ഓളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്നാണ് പ്രധാനമായും കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ അതനുസരിച്ചുള്ള യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുമൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം പോലും നമ്മൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ്. ആകെ ഒരു അഗ്നി സുരക്ഷാ സേനയുടെ വിഭാഗം മാത്രമാണ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇതിന് എത്രത്തോളം പ്രാധാന്യം സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല 29-ന് ചെറിയൊരു ഉരുൾപൊട്ടൽ ഈ പുഞ്ചിരിമട്ടത്ത് ഉണ്ടായതാണ്. അന്ന് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നെങ്കിൽ ഈ രീതിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ അവസ്ഥയിലേക്ക് പോകുമായിരുന്നില്ല. അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് പ്രദേശവാസികൾ തന്നെ പലരും അധികൃതരെ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പലരും നമ്മളോട് വ്യക്തമാക്കിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് 2 മലകൾക്ക് നടുവിൽ നിന്ന് ഈ ഉരുൾപൊട്ടി ഒഴുകി താഴേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. അതിൽ ആ ഭാഗത്ത് തന്നെ ആളുകൾ അധിവസിച്ചിരുന്നു. ഏകദേശം 35ഓളം കുടുംബങ്ങളാണ് ആ ഒരു മേഖലയിൽ മാത്രം അധിവസിച്ചിരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ പുഞ്ചിരിവട്ടം മേഖലയിലേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അവിടേക്ക് പോകാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വന്യമൃഗങ്ങൾ ഉൾപ്പെടെ അവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ആ മേഖലകളിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല. വനംവകുപ്പിൻ്റേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മാത്രമാണ് ആ മേഖലകളിലേക്ക് പോകുന്നത്. ആ മേഖലകളിൽ മാത്രം 35ഓളം കുടുംബങ്ങൾ അധിവസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം അവിടെ നിന്നും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അതിൻ്റെ പ്രഭവ കേന്ദ്രം ഈ പുഞ്ചിരിമട്ടമാണ്. അവിടെ നിന്ന് ഉത്ഭവിച്ച് താഴേക്ക് ആ പ്രളയജലം വരികയാണ്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പാറക്കഷ്ണങ്ങളെയും കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഈ പ്രളയജലം ഒഴുകി താഴേക്ക് എത്തുന്നത്. താഴേക്ക് എത്തിയ ശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന മുണ്ടക്കൈ എന്ന ഗ്രാമം, അവിടെ മുതൽ തുടങ്ങുന്ന മുണ്ടക്കൈ എന്ന ഗ്രാമം ഇവിടുന്ന് അവിടെ വ്യാപിച്ച് അവിടേക്ക് കിടക്കുകയാണ്. അവിടെയും ഏകദേശം 150ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഈ 150ഓളം കുടുംബങ്ങളെയും പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്ന 35ഓളം കുടുംബങ്ങളെയുമാണ് ഈ പ്രളയം ഏറ്റവും കൂടുതൽ, ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ
അവിടെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നീടാണ് അത് ചൂരൽമലയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചൂരൽമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ചൂരൽമലയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെയും നിരവധി കുടുംബങ്ങളുണ്ടായിരുന്നു, ക്ഷേത്രമുണ്ടായിരുന്നു. ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ പോയിരിക്കുന്നത്. അവിടെയാണ് ഈ 298 പേരുടെ മരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 298 എന്ന് പറയുന്നത് സർക്കാർ കണക്കുകളാണ്, ഔദ്യോഗികമായുള്ള കണക്കുകൾ മാത്രമാണത്. പക്ഷേ പ്രദേശവാസികൾ പറയുന്നത് 400-ന് മുകളിൽ മരണം സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ്. 32 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അതിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും ആ രീതിയിൽ ഉരുൾപൊട്ടൽ കടന്നുപോയ ആ മേഖല, ഒരുപാട് കുടുംബങ്ങളെ കവർന്നെടുത്ത ആ ഒരു മേഖലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്ന് ഈ ദുരന്തമുണ്ടായതിനു ശേഷം, അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇവിടേക്ക് എത്താൻ വേണ്ടി മാത്രം ഉച്ചവരെ കാത്തിരിക്കേണ്ടി വന്നു. അതായത് അത്രത്തോളം ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് എത്താൻ, അതായത് മുണ്ടക്കയിലേക്ക് എത്താൻ, നമ്മളിപ്പോൾ നിൽക്കുന്ന മുണ്ടക്കയിലേക്ക് എത്താൻ വേണ്ടി മാത്രം മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. വളരെ സാഹസികമായാണ് മുണ്ടക്കയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ സാഹസികത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ, അന്ന് ഇതായിരുന്നില്ല സാഹചര്യം. വലിയ രീതിയിലുള്ള, അതായത് മഴവെള്ള പാച്ചിൽ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഉരുൾപൊട്ടി ഒഴുകി വരുന്ന പാറക്കഷ്ണങ്ങളും അതുപോലെ തന്നെ മറ്റ് തടിക്കഷ്ണങ്ങളും ഒക്കെയായി രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് അടുക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം രക്ഷാപ്രവർത്തകർക്ക് പോലും മനസ്സിലായത്. ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചുപോയി എന്ന ഇവിടെ എത്തിയതിനു ശേഷമാണ് അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രത്തോളം ദുഷ്കരമായിരുന്നു ഇവിടുത്തെ രക്ഷാപ്രവർത്തനം എന്നതും അന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അധികൃതർ വിളിച്ചു വരുത്തിയ ഒരു ദുരന്തം എന്ന് ഈ ഘട്ടത്തിൽ പോലും നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. 29-ന് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പ്രകൃതി തന്നെ നൽകുന്നു. പക്ഷേ അതെല്ലാം അവഗണിക്കുകയാണ്. തുടർന്നാണ് രാത്രിയിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പിന്നീട് 30-ന് പുലർച്ചെ വീണ്ടും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അതോടുകൂടിയാണ് ഈ ഗ്രാമം മുഴുവൻ കവർന്നെടുക്കുന്ന രീതിയിലേക്ക്, ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ കവർന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് അത് പോകുന്നത്. രക്ഷപ്പെട്ടവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിധി മാറ്റിവെച്ചിട്ട് പോയവർ, ബാക്കി വെച്ചിട്ട് പോയ അവരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീടുകളിലും വാടക വീടുകളിലും ഒക്കെ കഴിയുന്നത്. അവർക്ക് സുരക്ഷയൊരുക്കാനും അവർക്ക് ചാലൊക്കെ ഇപ്പോഴും കാണാം അല്ലേ രാജീവ? അവിടെ മലമുകളിലൊക്കെ ആ ഒരു പ്രദേശം മുഴുവൻ അതുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ പ്രേക്ഷകർ ഈ രാജീവ് തത്സമയം വന്നത് മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, MP എവിടെ? ജില്ലയുടെ MP ഒന്നും കാണാനില്ലല്ലോ, അവിടെ ബോർഡ് വെക്കേണ്ടി വരുമോ നമുക്ക്? തീർച്ചയായും അനു, MP ഏതായാലും ഈ കഴിഞ്ഞ 2 ദിവസമായി അവർ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായപ്പോൾ പോലും അവർ ഈ അന്നുണ്ടായിരുന്ന MP ഇവിടേക്ക് എത്തിയത് എത്രത്തോളം വൈകിയാണെന്നൊക്കെ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഏതായാലും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും മാത്രം എത്തി, അത് ഇവിടേക്കൊന്നും എത്താറില്ല, മുണ്ടക്കൈ ഭാഗത്തേക്കോ ചൂരൽമല ഭാഗത്തേക്കോ ഒന്നും എത്താറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മേപ്പാടി ഒക്കെ എത്തി തിരികെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരം വിഷയങ്ങളിലേക്ക്, കൂടുതൽ ചർച്ചകളിലേക്കും നമുക്ക് വരും മണിക്കൂറുകളിൽ പോകേണ്ടിയിരിക്കുന്നു. ഈ മുണ്ടക്കയിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭീകരാവസ്ഥയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ JCBകൾ കൊണ്ടുവന്ന് ഈ പുഴ നേരെ വീണ്ടും ഒഴുക്കിവിടാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. കാരണം നേരത്തെയും ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ 1 മാസം മുമ്പും വീണ്ടും ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പുഞ്ചിരിമട്ടത്തുനിന്ന് ഒരു ചാല് പോലെ ഒഴുകി എത്തി അത് ഈ പുഴയിലേക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇനിയും ഉരുൾപൊട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. പക്ഷേ പ്രദേശവാസികൾ പറയുന്നത് ഈ പുഴ നന്നാക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന പണം പോലും അവർക്ക് നൽകുന്നില്ല. അതായത് പുനരധിവാസത്തിനായി അത്തരം പ്രവൃത്തികൾക്കായി പണം അനുവദിക്കുന്നില്ല എന്നാണ് പ്രധാനമായും ഈ പ്രദേശവാസികൾ പറയുന്നത്. അവർക്ക് ഇതിൻ്റെ അർഹമായ യാതൊരു തുകയും ലഭിക്കുന്നില്ല. അവരെ ചേർത്ത് നിർത്തുമെന്ന് ഉറപ്പ് നൽകിയവർ ആ വാഗ്ദാനം പാലിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ, ഈ മുണ്ടക്കയിൽ നിന്ന് നോക്കിയാൽ തന്നെ വീടുകൾ, പ്രകൃതി ബാക്കി വെച്ചിട്ട് പോയ, ഉരുൾപൊട്ടൽ ബാക്കി വെച്ചിട്ട് പോയ വീടുകളൊക്കെ അവിടെ ഒറ്റപ്പെട്ട നിലയിൽ കാണാൻ കഴിയും. ആ വീടുകൾക്കൊന്നും യാതൊരു കേടുപാടുകളും നിലവിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ തൊട്ടടുത്തൊക്കെ ഉണ്ടായിരുന്ന വീടുകളാണ് ഈ ഉരുൾപൊട്ടൽ കവർന്നെടുത്തുകൊണ്ട് പോയത്. അതായത് ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം രാത്രി ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ട് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തൊട്ടടുത്ത വീടില്ല, ആ വീട് ഉരുൾപൊട്ടൽ കൊണ്ടുപോയിരിക്കുന്നു. ആ വീട് എവിടേക്ക് പോയെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. കനത്ത ഇരുട്ടാണ്, എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയുന്നില്ല. എവിടേക്ക് രക്ഷപ്പെടാൻ
രക്ഷപ്പെടണമെന്ന് അറിയാൻ കഴിയുന്നില്ല. ആ ഒരു മാനസികാവസ്ഥ ഒരുപക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രദേശവാസികളുടെ വാക്കുകളിൽ നിന്ന് അവരത് വിവരിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉറ്റവരും ഉടയവരും ഒന്നും കാണാനില്ല, നൂറുകണക്കിന് കുടുംബങ്ങളെ കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ഇന്ന് ബന്ധുക്കളുടെ വീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും വാടക വീടുകളിലും ഒക്കെ കഴിയുന്നത്. അവരെ കൈപിടിച്ച് ഉയർത്തും എന്ന് ഉറപ്പ് നൽകിയ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ നമ്മളോട് പറഞ്ഞത് 3 മാസവും 4 മാസമൊക്കെ ആകുന്നു അധികൃതർ തങ്ങളെ ഒന്ന് കാണാൻ വന്നിട്ട്, തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ അവർ വന്നിട്ട് 3 മാസമാകുന്നു 4 മാസമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞവർ പണമില്ലാഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 800 കോടി രൂപയ്ക്കടുത്താണ് ഇപ്പോഴും ശേഷിക്കുന്നത്. 90 കോടി മാത്രമാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ പണം പ്രശ്നമല്ല, എന്നിട്ട് പോലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആ പണം ചെലവഴിക്കുന്നില്ല. ദുരിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് നിർത്താനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന വസ്തുത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ എത്തുമ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്തരീക്ഷം മേഘാവൃതമാണ്. വീണ്ടും കഴിഞ്ഞ വർഷത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അത്രത്തോളം ശക്തമല്ലെങ്കിലും വീണ്ടും ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ അതിശക്തമായ മഴയല്ല എങ്കിൽ പോലും വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥ കൂടിയാണ് ഈ മുണ്ടക്കയുടെ പ്രത്യേകത. അത് തന്നെയായിരുന്നു നേരത്തെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നതും. തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടെ നിരവധി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടേക്ക് ധാരാളമായി എത്തുകയും ചെയ്തിരുന്നു. വളരെ സന്തോഷത്തോടെ കഴിച്ചിരുന്ന ഒരു ഗ്രാമം മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലകളിൽ വളരെ സന്തോഷത്തോടെ കഴിച്ചിരുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമമാണ് ഇന്ന് ഇല്ലാതായിരിക്കുന്നത്. പിന്നീട് ആ ഗ്രാമത്തെ കൈപിടിച്ച് ഉയർത്താനായി കേരളം ഒന്നിച്ചിരുന്നു. രാജീവ്, രാജീവ് ഇപ്പോൾ പറഞ്ഞ കണക്കുകളൊക്കെ ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവാഹമായിരുന്നു എല്ലാവരുടെയും വക. പിന്നീട് എല്ലാവരും കൈയടിച്ച ഒരു പ്രഖ്യാപനം കൂടെ ഉണ്ടായി. ടൗൺഷിപ്പ് വലിയ ബ്ലൂ പ്രിൻ്റൊക്കെ കണ്ടു, നല്ലതായിരുന്നു, നമ്മളും ആശ്വസിച്ചു, ഉടനെ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ അവസ്ഥ എന്തായി എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം. എന്തായാലും ഇനിയെങ്കിലും അധികം വൈകാതെ അവിടുത്തെ ജനങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാന സർക്കാരിനോട്. ഈ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടൽ ദുരന്തത്തിനൊപ്പം വലിയ ചർച്ചയാകാതെ പോയ ഒരു ദുരന്തം കൂടി ഉണ്ടായിരുന്നു. കോഴിക്കോട് വിലങ്ങാട്ടെ ദുരന്തം. കൂടുതൽ മരണം സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം പലരും മറന്നുപോയ വിലങ്ങാട്. അന്ന് 50-ലധികം ഇടങ്ങളിലാണ് വിലങ്ങാട് ഉരുൾപൊട്ടിയത്. കനത്ത മഴയെ തുടർന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം അന്ന് അവിടെ ഒഴിവായത്. ഉരുൾപൊട്ടലിൽ 20 വീടുകൾ പൂർണ്ണമായും 100 വീടുകൾ ഭാഗികമായും അവിടെ അന്ന് തകർന്നിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ഒരു ജീവൻ നഷ്ടമായത്. എല്ലാം നഷ്ടപ്പെട്ട വിലങ്ങാട്ടെ ജനത സർക്കാർ അവഗണനയുടെ ഇരകൾ കൂടിയാവുകയാണ് ഇന്നും. അനഘ ഹർഷൻ ചേരുന്നുണ്ട് അവിടെ നിന്നും. അനഘ, നമ്മൾ ആവർത്തിച്ച് വാർത്ത നൽകിയതാണ് വിലങ്ങാട്ടെ ദുരിതവും ഇപ്പോഴും മാറിയിട്ടില്ല അവസ്ഥ. അനു, തീർച്ചയായും വയനാട് ഉരുൾപൊട്ടൽ മഹാദുരന്തമുണ്ടായ അതേ ദിവസം അതേ മണിക്കൂറിലാണ് വിലങ്ങാടും ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നതാണ്. പക്ഷേ വിലങ്ങാട്ടെ ജനത കാണിച്ച അവരുടെ ജാഗ്രത, അവരുടെ ഒത്തൊരുമ, അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ആളപായമില്ലാതെ ആ ദുരന്തം പോയത്. ഈ സംഭവം നടക്കുന്നത് ഈ ജൂലൈ, അതായത് ഇന്നേ ദിവസം രാത്രി 12 മണിക്കായിരുന്നു. ഈ വിലങ്ങാട്ടെ സംബന്ധിച്ച് വലിയ മഴയായിരുന്നു. ഒരു ചരിഞ്ഞ പ്രദേശമാണ്, മലമുകളിന് താഴെയുള്ള പ്രദേശമാണ് പലതും. അതുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായൊരു ജാഗ്രത ആ ദിവസം പുലർത്തിയിരുന്നു. കനത്ത മഴയായിരുന്നു മഞ്ഞച്ചെളി ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വിലങ്ങാട് ചെറിയ ശബ്ദത്തോടു കൂടിയുള്ള ഉരുൾപൊട്ടൽ പല ഭാഗത്തു നിന്നും കേട്ടതായി ആ പ്രദേശവാസികൾ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഉടൻ തന്നെ, ഈ കേട്ടറിഞ്ഞവരൊക്കെ തന്നെ ഓരോ വീടുകളിലേക്ക് കയറി ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം പല വീടുകൾക്കും, പ്രത്യേകിച്ച് മഞ്ഞച്ചെളി ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളൊക്കെ ഉടൻ തന്നെ ഈ കേട്ടറിഞ്ഞ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആ ഭാഗത്ത് നിന്ന് കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എടുത്താണ് വീട്ടിൽ നിന്ന് മാറിയത്. അതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. പിന്നീട് അതിനുശേഷം ഈ മഞ്ഞച്ചിളി ഭാഗത്തുണ്ടായിരുന്ന 20-ലധികം വീടുകളും അതുപോലെ തന്നെ ആ പ്രദേശത്തൊക്കെയുള്ള 100 വീടുകൾക്ക് ഭാഗികമായും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. ഈ സമയത്താണ് ആ ഭാഗത്തേക്ക് എത്തിയ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിയോ എന്ന് അന്വേഷിക്കാൻ എത്തിയതായിരുന്നു ആ ഭാഗത്ത് മഞ്ഞച്ചിളി ഭാഗത്തുണ്ടായിരുന്ന ഈ മാത്യു മാഷ്. ഈ സമയത്താണ് ഒരു തവണ കൂടി ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഈ മാഷ് ആ ഉരുൾപൊട്ടലിൽ അകപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം 3-ാം ദിവസമാണ് ഈ മാഷിന്റെ മൃതദേഹം അവിടെ നിന്ന് ലഭിക്കുന്നത്. ആ നാട്ടുകാരെ സംബന്ധിച്ച് അത് വലിയൊരു വേദനയായിരുന്നു.
ഇത്തരത്തിൽ ആളപായം ഉണ്ടാകാത്തതുകൊണ്ടും വയനാട് അന്ന് വലിയ ദുരന്തം ഉണ്ടായതുകൊണ്ടും മാത്രം ഈ വിലങ്ങാട്ട ജനതയുടെ ആ കരച്ചിൽ ആരും കേൾക്കാതെ പോയി, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ കേൾക്കാതെ പോയി എന്നതാണ്. ആ ദുരന്തം നടന്ന് ഇന്ന് ഒരാണ്ട് കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ പോലും വിലങ്ങാട്ട ജനതയ്ക്ക് ഒരു രീതിയിലുള്ള നീതിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കഴിഞ്ഞ മാസം മാത്രമാണ് അവർക്ക് നഷ്ടപരിഹാരം, അത് വീട് മുഴുവനായി തകർന്നവർക്ക് 15 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകി എന്നതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവർക്ക് രാവും പകലും സമരം ഇരിക്കേണ്ടി വരുന്നു. നമ്മളടക്കം അവരുടെ സമരം റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം സർക്കാരിന് മുന്നിൽ നിരന്തരം കൈ നീട്ടിയതിനിടെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം മാത്രമാണ് ആ 20-ലധികം പേർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് 15 ലക്ഷം രൂപ മാത്രം സംസ്ഥാന സർക്കാർ നൽകിയത്. അതോടെ തങ്ങളുടെ കടമ മുഴുവൻ കഴിഞ്ഞു എന്ന മട്ടിലാണ് സംസ്ഥാന സർക്കാർ വിലങ്ങാട്ട ജനതയോട് പെരുമാറുന്നത്. മാത്രമല്ല, ആ പ്രദേശത്ത് 100-ലധികം വീടുകളിൽ ഇപ്പോഴും ആളുകൾ കഴിയുന്നുണ്ട്. ആ ഭാഗത്ത് ഏത് സമയവും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ജിയോളജിക്കൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പ്രദേശത്തെ ആളുകൾ ചോദിക്കുന്നത്, തങ്ങൾ ഇവിടുന്ന് മാറാൻ തയ്യാറാണ്, പക്ഷെ എങ്ങോട്ട് പോകും, ആരുടെ സഹായം തരും, ആര് സഹായം നൽകും? പക്ഷെ ഇതിന് തങ്ങളെ മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരിടം കണ്ടെത്താനോ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകണം എന്നവർ അന്ന് മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അന്ന് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ മറ്റ് എല്ലാ സമ്പാദ്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി പോയവരാണ്. പക്ഷെ അത്തരത്തിൽ രേഖ നഷ്ടപ്പെട്ടവർക്ക് അതിന് ബദലായി മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നു. ഇന്നലെയും നമ്മൾ അവിടെയുള്ള ആളുകളോട് സംസാരിച്ച സമയത്ത് റേഷൻ കാർഡില്ല, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡില്ല, അങ്ങനെ തങ്ങളെ തിരിച്ചറിയുന്ന ഒരു രേഖയും സ്വന്തമായില്ല. ഇതിനു വേണ്ടി അന്ന് മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഓഫീസുകൾ കയറി ഇറങ്ങിയാണ്. ഇന്ന് വരെ തങ്ങൾക്ക് അതിലൊരു നീതി ലഭിച്ചിട്ടില്ല. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ നീതി നിഷേധത്തിന്റെ അവഗണനയുടെ ഒരു പ്രതീകമായി വിലങ്ങാട്ട ജനത ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മാസം മാത്രമാണ് അവർക്ക് അർഹതപ്പെട്ട 15 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകിയത്. അതുവരെ ഇവരൊക്കെ തന്നെ താമസിച്ചിരുന്ന ഏകദേശം 50-ലധികം കുടുംബങ്ങളുണ്ട്. അവരൊക്കെ താമസിച്ചിരുന്നത് വാടക വീട്ടിലാണ്. ആ വാടക കൊടുക്കാൻ കയ്യിൽ പണമില്ലാതെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു ഇടപെടൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഉരുൾപൊട്ടൽ എല്ലാം കൊണ്ടുപോയ ആ മഹാദുരന്തത്തിന് സാക്ഷിയായ ഒരു പറ്റം ജനങ്ങളുണ്ട്. അവർക്ക് ഇപ്പോഴും അതിന്റെ വേദന പേറിക്കൊണ്ട് ഇരിക്കുകയാണ്. അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഒരു സഹായം പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉണ്ടാകുന്നില്ല എന്നൊരു വേദന മാത്രമാണ് അവർക്ക് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത്. ഇനിയെങ്കിലും ഇപ്പോൾ ഏറ്റവും ഈ അവസരത്തിൽ പറയാനുള്ളത് 100 കുടുംബങ്ങൾ, വിലങ്ങാട് അതീവ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 100 കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടി അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രയും വേഗം ഉണ്ടാകണം, അല്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്കായിരിക്കും സാക്ഷിയാവുക. അനു, അത് തീർച്ചയായും ഈ പുനരധിവാസം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, പേപ്പറിൽ മാത്രം എഴുതി കാണിച്ച് പത്രസമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചാൽ പോരാ, അത് നടപ്പിലാക്കുക തന്നെ വേണം എന്നുകൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്തായാലും നേരത്തെ ഈ വാർത്ത പുത്തൻപുള്ളി നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ ഛത്തീസ്ഗഡ് അവിടെ എന്താണ്, അവിടുത്തെ വാർത്ത ജനം പറയുന്നില്ലേ എന്നൊക്കെ പ്രേക്ഷകർ ആരായുന്നുണ്ടായിരുന്നു. എല്ലാവരുമല്ല, 1-2 പേരെങ്കിലും. നമ്മളെ കാണുന്നവർക്കറിയാം, ഇന്നലെ മുതൽ തന്നെ ഛത്തീസ്ഗഡിൽ നമ്മുടെ ടീമുണ്ട്. ശ്രീകാന്തും ഉണ്ണി കെ വാര്യരും അവിടെ ഉണ്ട്. അവിടെ നിന്ന് ഉള്ള വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്നലെ തത്സമയം റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ഓരോ പ്രേക്ഷകരും അത് ഓർക്കുന്നുണ്ടാവും. ഇന്നും അറിയേണ്ടതുണ്ട് ഛത്തീസ്ഗഡിൽ നിന്നുള്ള വിവരങ്ങൾ, വിശേഷങ്ങളൊക്കെ, അവിടുത്തെ നിജസ്ഥിതിയൊക്കെ അറിയട്ടെ. വെറുതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യമെന്ന് നമ്മളങ്ങ് വിഴുങ്ങിയാൽ മതിയോ? അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്തെന്നൊക്കെ അറിയണം. നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അവിടെ നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ നമ്മളും എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, റഷ്യയിൽ 8-ലധികം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. സുനാമി മുന്നറിയിപ്പുണ്ടായിരുന്നു. സുനാമി എത്തി റഷ്യയിൽ നിന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ വരുന്നത്. 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ അവിടെ എത്തിയിട്ടുണ്ട്. സുനാമി ആഞ്ഞടിച്ചു. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരുന്നത്. അവിടെ മാത്രമല്ല, ജപ്പാനിലും ഹൊക്കൈഡോ ദ്വീപിലും ഒക്കെ സുനാമി എന്നുള്ള വിവരമുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയിൽ സുനാമി മുന്നറിയിപ്പുണ്ട്. അമേരിക്കയിലും ജപ്പാനിലും ഒക്കെയാണ് പ്രധാനമായും രാവിലെ മുതൽ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നത്. ഐസൻ ജോസിലേക്ക് എത്താം. ഐസൻ, ഈ സുനാമി എത്തി അവിടെ ആഞ്ഞടിക്കുകയാണ് എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഐസൻ, എന്താണ് സ്ഥിതി റഷ്യയിലെ?
അനു, നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് റഷ്യൻ തീരങ്ങളിൽ പലയിടങ്ങളിലും വൻതോതിൽ സുനാമിയുടെ അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സുനാമി ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂകമ്പത്തിന്റെ പ്രധാന കേന്ദ്രമായ കാംചട്കയുടെ തീരപ്രദേശങ്ങളിൽ, പല തീരപ്രദേശങ്ങളിലും 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ, അതായത് വൻതോതിൽ ഏതാണ്ട് ഒരു കെട്ടിടത്തിന്റെ, അതായത് ഒരു നില കെട്ടിടത്തെക്കാൾ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്ന സാഹചര്യം, തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ജപ്പാനിലെ ഹൊക്കൈഡോയിലും ഇതുപോലെയുള്ള തിരമാലകളുടെ സാന്നിധ്യമുണ്ട്. അതായത് 40 സെന്റിമീറ്ററോളം ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വൻതോതിൽ ആളുകളെ മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ ജപ്പാന്റെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അലാസ്ക തീരത്തും അതുപോലെ തന്നെ ഹവായ് ദ്വീപിന്റെ തീരങ്ങളിലും എല്ലാം തന്നെ ഈ തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വിവരവും വരുന്നുണ്ട്. പസഫിക് ഓഷനിലൊക്കെ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 8.8 റിക്ടർ രേഖപ്പെടുത്തിയ വൻ ഭൂകമ്പമാണ് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുമ്പ് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ ഭൂകമ്പം രേഖപ്പെടുത്തിയ സമയം ഇനിയും കൃത്യമായി നിർണ്ണയിക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടലിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് കുറേയൊക്കെ സമയം ആവശ്യമുണ്ട്. ഇപ്പോൾ ചില സൂചനകളെല്ലാം തന്നെ വരുന്നുണ്ട്. അതിൽ നിന്നും ഏതാണ്ട് ഒരു 2 മണിക്കൂർ മുമ്പാണ് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടലിന്റെ നടുക്കാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചനകൾ വന്നത് 8.7 റിക്ടർ എന്നായിരുന്നു. ഇപ്പോൾ അത് US ജിയോളജിക്കൽ സർവേ തന്നെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 8.8 റിക്ടർ റീഡിംഗ് രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അത് വൻതോതിലുള്ള ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻതോതിലുള്ള ആഘാതം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തീരത്ത് വൻതോതിൽ തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുള്ളിലാണ്. 8.8 എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 100 കിലോമീറ്റർ, അതായത് ഭൂപ്രതലത്തിൽ നിന്നും 100 കിലോമീറ്റർ ആഴത്തിനുള്ളിലാണ് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ, അതായത് ഈ റിക്ടറിലെ റീഡിങ്ങിന്റെ ഭീകരത കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു ആഘാതം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എങ്കിൽ കൂടി, ഷാലോ ട്രമറാണ് എങ്കിൽ കൂടി വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ മാധ്യമങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഭൂകമ്പം ഉണ്ടാകുന്ന വേളയിൽ തകർന്നു പോകാനും വൈദ്യുതി നിലയ്ക്കാനുള്ള സാധ്യതകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില മുൻകരുതലിന്റെ ഭാഗമായി വൈദ്യുതി വിതരണം നിർത്തിവെക്കുന്നത് ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നതിന് കുറെ കാലതാമസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് 8.8 റിക്ടർ രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ജപ്പാനിലും അതുപോലെ തന്നെ റഷ്യയുടെ തീരങ്ങളിലും ഇത്തരത്തിൽ വൻതോതിൽ സുനാമി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീരമേഖലകളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് മുഴുവൻ തീരങ്ങളിലും, അതായത് സുനാമി ഭീതിയുള്ള മുഴുവൻ തീരങ്ങളിലും കണക്കാക്കിയാൽ 4 ലക്ഷത്തിലേറെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്താണ് സുനാമി ഭീഷണി നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ കുറെ കൂടി കാര്യക്ഷമമായി നടത്തുകയാണ്. അതിന് മുന്നോടിയായുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ അലാറം നൽകുകയും ഈ സൈറൺ മുഴങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഉണ്ടായ സുനാമി സൈറന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ജപ്പാനിലൊക്കെ ഇത്തരത്തിൽ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ നിറഞ്ഞൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലുകൾ പെട്ടെന്ന് പ്രായോഗികമായി നടത്താനും സാധിക്കും. റഷ്യയിലും അതുപോലെ തന്നെ കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു ചിലയിടങ്ങളിൽ കൂടി സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കടലിൽ തന്നെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് കൃത്യമായി നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലൊരു ആശങ്കയ്ക്കുള്ള സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജപ്പാനിലും അതോടൊപ്പം തന്നെ ഹവായിലൊക്കെ വലിയ രീതിയിലുള്ള ഇവാക്യുവേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുമുണ്ട് എന്നാണ് വിവരങ്ങൾ. വരും മണിക്കൂറുകളിൽ മാത്രം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. 8.8 തീവ്രതയാണ് രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഈ ഭൂകമ്പം ഉണ്ടാക്കിയ മറ്റ് നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ അത്തരം വിവരങ്ങൾ, വാർത്തകൾ ഒന്നും പുറത്തു വരുന്നില്ല. വരും മണിക്കൂറുകളിൽ കൂടുതൽ റിപ്പോർട്ടുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി എത്തുകയാണെങ്കിൽ, ഗാസയിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. സമാധാന ചർച്ചകൾ തുടരുകയും വെടിനിർത്തൽ നടപ്പിലാക്കുകയും വേണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതും. സമാധാന നീക്കങ്ങൾ വൈകിയാൽ പലസ്തീനെ UN-ൽ അംഗീകരിക്കും എന്നുകൂടി സ്റ്റാമർ പറയുന്നുണ്ട്. സെപ്റ്റംബറോടെ ഇത്തരം നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നത്. That we will recognise a Palestinian state as a contribution to a proper peace process at the moment of maximum impact for the two-state solution. With that solution now under threat, this is the moment to act. So today, as part of this process towards peace, I can confirm the UK will recognise the state of Palestine by the United Nations General Assembly in September, unless the Israeli government
take substantive steps to end the appalling situation in Gaza, agree to a ceasefire, and commit to a long-term sustainable peace. അങ്ങനെ നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് എത്തുകയാണ്. മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴി തെളിയുകയാണ്. അവിടെ വിഷയത്തിൽ ഇന്നോ നാളെയോ ഇരുവർക്കും ജാമ്യം കിട്ടിയേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. അനുകൂല നിലപാട് സ്വീകരിക്കാൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായാണ് വിവരം. BJP കേരള ഘടകം ഇടപെട്ടിരുന്നു. നമ്മൾ കണ്ടിരുന്നു ഇന്നലെ അനൂപ് ആന്റണി അവിടെ എത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ അനൂപ് ആന്റണി അവിടേക്ക് തിരിച്ചു. ഇന്നലെ രാവിലെ അവിടെ എത്തി ഉപമുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ആ തത്സമയ വിവരങ്ങളൊക്കെ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആശാവഹമായ സൂചനകളാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് അനൂപ് ഞങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ശ്രീകാന്ത് മുന്നിക്ക് വാര്യറുമാണ് ഛത്തീസ്ഗഡിൽ ഉള്ള ജനം TV സംഘം. ശ്രീകാന്തിലേക്ക് എത്താം. ശ്രീകാന്ത്, നിജസ്ഥിതിയാണ് അറിയേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ അത് ഇന്ന് സെഷൻസ് കോടതി, ദുർഗ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു 11 മണി കഴിയുമ്പോഴേക്കും ആ ജാമ്യാപേക്ഷ എത്തും എന്നാണ് നമ്മൾ കരുതുന്നതും. ഇന്നലെ അവർ ജാമ്യാപേക്ഷയിൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതിനെ തുടർന്ന് അപ്പീൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൽ വലിയ സമ്മർദ്ദം BJP കേരള ഘടകം ചൊലുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് അദ്ദേഹം ഇന്ന് ഡൽഹിക്ക് രാവിലെ തിരിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുൻപായി തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയും ചെയ്തു. അനൂപ് ആന്റണി BJPയുടെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായൊരു നിലപാട് ഈ കന്യാസ്ത്രീകൾക്കെതിരെ സർക്കാർ സ്വീകരിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു വിവരം. അത് ഏറ്റവും പുതിയ വിവരമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും പറയുന്നത് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ അറസ്റ്റിലേക്ക് പോയത് എന്നുള്ളതാണ്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതോടൊപ്പം തന്നെ മതപരിവർത്തനവും ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തറപ്പിച്ച് പറയുന്നു. ഇന്നലെ ഈ ആഭ്യന്തരമന്ത്രി അനൂപ് ആന്റണിയെ കണ്ടതിന് ശേഷം ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന GRBക്ക്, അതായത് ഗവൺമെൻറ് റെയിൽവേ പോലീസിന് എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഈ കേസ് എടുക്കുന്നതിന് വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. മതപരിവർത്തനവും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അത് സംബന്ധിച്ച് കൃത്യമായ തെളിവുണ്ട്. ഈ കന്യാസ്ത്രീകൾക്ക് കൃത്യമായി കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റിയില്ല, അതും പ്രശ്നമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, അടുത്ത അസംബ്ലി സെഷനിൽ ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഇക്കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയങ്ങളൊന്നും തന്നെയില്ല. അവർക്കിതിൽ ഏതെങ്കിലും തരത്തിൽ ഈ കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള എടുത്തുചാട്ടം ഉണ്ടായതായോ പോലീസ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ കളികൾ കളിച്ചതായോ അവർക്ക് അഭിപ്രായമില്ല. നേരെ മറിച്ച് അവരുടെ പോലീസ് എല്ലാ കൃത്യമായ തെളിവുകളും ശേഖരിച്ചാണ് ഈ അറസ്റ്റ് നടപടികളിലേക്ക് പോയത് എന്ന് അവർ തറപ്പിച്ച് പറയുന്നു. പക്ഷേ അപ്പോഴും കേരളത്തിൽ നിന്നും BJPയുടെ നേതാക്കൾ ഛത്തീസ്ഗഡിലേക്ക് വരുന്നു. അവർ ഈ ഛത്തീസ്ഗഡിൽ BJP മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ കണ്ട് സഭയുടെയും കേരളത്തിലെ ക്രിസ്ത്യൻ സഭയുടെയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സഭാവിശ്വാസികളുടെയും ആശങ്ക അറിയിക്കുന്നു. ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കേണ്ട ഇപ്പോഴത്തെ ആവശ്യകത അവരെ അറിയിക്കുന്നു. ഇവിടെ തന്നെ അനൂപ് ആന്റണി സ്റ്റേ ചെയ്ത് ഇവരെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു പക്ഷേ ഞാൻ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച്, നമ്മളിവിടെ സർക്കാരിലെ കുറേയധികം ആളുകളുമായി സംസാരിച്ചു, അതിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് അവർക്കാർക്കും തന്നെ ഈ വിഷയത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് വിട്ടുകൊണ്ട്, അത് ബലികഴിച്ചുകൊണ്ട്, അവരുടെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട്, അവരുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് താല്പര്യമില്ല എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കേരള BJPയുടെ വലിയ സമ്മർദ്ദം, അത് കേന്ദ്രത്തിൽ നിന്നും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും സമ്മർദ്ദം വന്നിരുന്നു ഇവിടേക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നോ നാളെയോ അവർക്ക് ജാമ്യം കിട്ടിയേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിയുടെ പരിഗണനയിലാണ് വിഷയം. അതിനാൽ നമ്മളത് മുൻകൂർ പറയുന്നതും ശരിയല്ല. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഉള്ള ഒരു സാഹചര്യം ഒരുക്കിയെടുക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് അനുകൂലമായ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കോടതിയുടെ കയ്യിലാണ്. ഇപ്പോൾ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു പൂർണ്ണമായ അഭിപ്രായം പറയില്ല. അത് സബ് ജുഡീസാണ്, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ്. സെഷൻസ് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്.
അതിൽ കോടതി വൈകാതെ തീരുമാനമെടുക്കും. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ചെയ്യാവുന്ന എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ജില്ല തന്നെ സമ്പൂർണ്ണ മതപരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളി, അതോടൊപ്പം തന്നെ മതപരിവർത്തന കേന്ദ്രം, അത് ജഷ്പൂർ എന്ന് പറയുന്ന ഈ ജില്ലയിലാണ്. അത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥലം കൂടിയാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അറിയാവുന്നയാളുമാണ്. അതിനാൽ തന്നെ ഈ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരുടെ ഇവിടുത്തെ മതപരിവർത്തന ശ്രമങ്ങൾ തന്നെയാണ്. എന്തായാലും കേരളത്തിൻ്റെ സമ്മർദ്ദം, അതായത് കേരള BJPയുടെ സമ്മർദ്ദം, കേരള BJPയുടെ അപേക്ഷ, അഭ്യർത്ഥന ഇവർ ചെവിക്കൊള്ളുന്നു എന്ന് വേണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്ന് കലങ്ങിത്തെളിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഉയരേ തിരയുന്നു ജീവൻ, ഉയരോ പിടയുന്നു. കേരളത്തിന്റെ തീരാ നോവ്. വയനാട് മഹാദുരന്തത്തിന് ഒരാണ്ട്. വരുമാനവും കിടപ്പാടവുമില്ലാതെ ദുരിതബാധിത. പാഴ്വാക്കായി പിണറായി സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ. എങ്ങുമെത്താതെ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പും. റഷ്യയിൽ ഭൂചലനത്തിന് പിന്നാലെ സുനാമി. കാംചാട്ക തീരപ്രദേശത്ത് ആഞ്ഞടിച്ച് വൻ തിരമാലകൾ. അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യസഭയിൽ ഇന്നും ചർച്ച. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം വൈകിട്ട്. ലോക്സഭയിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മോദി. കോൺഗ്രസിന് പാകിസ്ഥാന്റെ സ്വരമെന്ന വിമർശനം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിതെളിയുന്നു. ഇരുവർക്കും ജാമ്യം ഉടൻ. നടപടി BJP കേരള ഘടകത്തിന്റെ ഇടപെടലിന് പിന്നാലെ. ആരോഗ്യ കേരളം അത്ര പോരെന്ന് CPM MP കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ. കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറവ്. ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിനെന്ന് ആരോഗ്യ മന്ത്രാലയം. കേരളത്തിന് നൽകിയ കോടികളുടെ കണക്കുകളും പുറത്ത്. സമൃദ്ധിയുടെ പ്രതീകമായി നിറപുത്തരി. ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി നിറപുത്തരി ചടങ്ങ്. ശ്രീകോവിലിൽ പൂജിച്ച കതിർക്കറ്റകൾ പ്രസാദമായി ഏറ്റുവാങ്ങി ഭക്തർ. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 കളക്ടർമാരടക്കം 25 ഉദ്യോഗസ്ഥർക്ക് മാറ്റം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മാറ്റി. നിസാർ വിക്ഷേപണം ഇന്ന്. ഭൂമിയിലെ ചെറുമാറ്റങ്ങൾ വരെ തിരിച്ചറിയാൻ കഴിയുന്ന അസാധാരണ ഉപഗ്രഹം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരുക. വൈകിട്ട് 5:40 പുത്തൻ പ്രതീക്ഷകളുമായി ISRO നാസ സംയുക്ത പദ്ധതി. ചേർത്തല പള്ളിപ്പുറത്തെ ദുരൂഹത നീക്കാൻ ക്രൈംബ്രാഞ്ച്. ബിന്ദുവിനും ജയനമ്മയ്ക്കും പുറമെ ആയിഷയുടെ തിരോധാനവും അന്വേഷിക്കും. നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ വീട് പരിശോധിക്കാൻ അനുമതി തേടും. പാർലമെന്റ് വിശേഷങ്ങളോടുകൂടി ഈ മണിക്കൂർ നമുക്ക് പുനരാരംഭിക്കാം. പുത്തൻ പുലരിയുടെ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിലെ ചർച്ച തുടരുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ ലോക്സഭയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു.
രാവിലെ 12 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിവെച്ച ചർച്ച, അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മറുപടി പ്രസംഗം പറയുന്നതുവരെ ഞങ്ങളും പ്രേക്ഷകരിലേക്ക് തത്സമയം വാർത്തകളൊക്കെ എത്തിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യക്തമായ ഉത്തരമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്, സഭയ്ക്ക് മുൻപാകെ വെച്ചതും. എന്തായാലും രാജ്യസഭയിൽ ഇന്നും ചർച്ച തുടരും. വൈകിട്ടോടെയായിരിക്കും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം രാജ്യസഭയിൽ ഇന്നുണ്ടാകുക. ഇന്നലെ ലോക്സഭയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഓരോ വാക്കും, അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളൊക്കെ പ്രധാനമന്ത്രി ഉയർത്തിയിരുന്നു. സ്വാഭാവികമായും, കാരണം കോൺഗ്രസിന് പാകിസ്ഥാൻ്റെ സ്വരമെന്നും അവിടെ നിന്നുള്ള റിമോട്ട് കൺട്രോൾ അനുസരിച്ചാണ് പ്രവർത്തനമെന്നുമൊക്കെ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചിരുന്നു. ആ കണക്കിനുള്ള പ്രതികരണങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും വിമർശനത്തിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത് എന്നതുകൂടി നമ്മൾ ഓർത്തെടുക്കണം. ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ എന്ന് നമുക്കറിയാം. ഇന്നലെ സംഭവിച്ചതിൻ്റെ ഉപസമൃഗവും നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദൻ, കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചറിയുന്നു അത് തങ്ങൾക്ക് ഏറ്റ കനത്ത തിരിച്ചടിയായിരുന്നു അത്തരമൊരു ആവശ്യം എന്നുള്ളത്. അതായത് അനാവശ്യമായാണ് ഇത്തരമൊരു ചർച്ച ആവശ്യപ്പെട്ടത്. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു സിന്ദൂറിലൂടെ ഭാരതം ലക്ഷ്യം വെച്ചത് എന്നുള്ളത് കൃത്യമായി സഭയെ ബോധിപ്പിച്ചു. അതിനുശേഷം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സഭയെ അഭിസംബോധന ചെയ്തു. യാതൊരുവിധ സമ്മർദ്ദങ്ങളുമില്ലാതെയാണ് ഭാരതം ആയുധം താഴെ വെച്ചത് എന്ന് ബോധിപ്പിച്ചു. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി. ഒപ്പം തന്നെ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായവരെ വധിച്ചു എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ഭീകരരിൽ നിന്നും, അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭീകരനടക്കമാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ നിന്നും പാകിസ്ഥാൻ നിർമ്മിത ചോക്ലേറ്റുകൾ കണ്ടെത്തി. മാത്രമല്ല 2 AK-47 അതേപോലെ തന്നെ അമേരിക്കൻ നിർമ്മിത M4 റൈഫിൾസ് അടക്കം കണ്ടെത്തി. ഒപ്പം തന്നെ വെടിയുണ്ടകളുടെ മാഗസിൻ, വലിയ 2 മാഗസിനുകളാണ് കണ്ടെത്തിയത്. ഇതെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഛത്തീസ്ഗഡിലെ ലാബിലേക്ക് അയച്ച് അത് കൃത്യമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചിരുന്ന അതേ ആയുധങ്ങൾ തന്നെയാണ് ഈ ആയുധങ്ങൾ അത് കണ്ടെത്തി. മാത്രമല്ല, ഇവരുമായി നേരത്തെ ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഇവരെ വധിച്ച ഭീകരവാദികളുമായി ബന്ധമുള്ള ആൾക്കാരെ നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെയും ഈ മൃതദേഹം കാണിച്ച് തിരിച്ചറിഞ്ഞു. സുലൈമാൻ ഷായെ അടക്കമുള്ള പ്രമുഖർ, അല്ലെങ്കിൽ സുലൈമാൻ ഷായെ അടക്കമുള്ള കൊടും ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞു. ഇവർ തന്നെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത്, ഇത് താൻ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സന്തോഷമുണ്ടാകുമെന്നാണ് താൻ കരുതിയത്, എന്നാൽ തനിക്ക് തെറ്റി എന്നുള്ളത് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ രൂക്ഷ വിമർശനം അമിത്ഷയും കോൺഗ്രസിനെതിരെ ഉയർത്തുകയുണ്ടായി. മാത്രമല്ല, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങ് രാഹുൽ ഗാന്ധി വരെയുള്ള നെഹ്റു കുടുംബത്തിലെ മുഴുവൻ പേർക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളായിരുന്നു സഭയിൽ ഉയർന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ തെറ്റായ നയങ്ങളാണ് ഇന്നിപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ ഭാരതത്തിൻ്റെ മണ്ണിരിക്കുവാൻ കാരണമായത്. അല്ലെങ്കിൽ പാക് ഒപ്പിക്കേഡ് കാശ്മീർ എന്നുള്ളത് അത് ജവഹർലാൽ നെഹ്റു വരുത്തി വെച്ച വിനയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മണ്ടത്തരങ്ങൾ കാരണമാണ് നമുക്ക് ഭാരതത്തിൻ്റെ മണ്ണ് കശ്മീരിന് നൽകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. പലതവണ അത് തിരിച്ചു പിടിക്കുവാനുള്ള അനവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ ശ്രമങ്ങൾ നടത്താതെ നെഹ്റു കുടുംബം പാകിസ്ഥാന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. പലതവണ ഭാരതത്തെ ആക്രമിച്ചു, എന്നിട്ടൊന്നും ഭാരതത്തിന് പ്രത്യാക്രമണം നടത്താൻ സാധിച്ചിട്ടില്ല. സൈന്യത്തിൻ്റെ കൈകൾ കൂട്ടിക്കെട്ടിയ അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. അത്തരം രൂക്ഷ വിമർശനങ്ങൾ അമിത്ഷാ ഉയർത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറുപടി പ്രസംഗത്തിൽ കടന്നാക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകിയെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. 22 ഏപ്രിലിൽ നടന്ന ആക്രമണത്തിന് 22 മിനിറ്റ് കൊണ്ട് തങ്ങൾ മറുപടി നൽകിയെന്നുള്ളത് അമിത്ഷാ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും പാകിസ്ഥാനിലെ വ്യോമ കേന്ദ്രങ്ങൾ ഐസിയുവിലാണ്. അതിൽ നിന്ന് മുക്തി നേടാൻ അവർക്കായിട്ടില്ല. ഭഗവൽപൂർ അടക്കമുള്ള വ്യോമസേനാ താവളങ്ങളിലേക്ക് ഭാരതം ആക്രമിച്ചു വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്തവരെയും നമ്മൾ വധിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് അതിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരവാദികളെയും
നമ്മൾ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനമായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല കോൺഗ്രസിനെയും കടന്നാക്രമിക്കുകയുണ്ടായി. കോൺഗ്രസ് പാകിസ്ഥാൻ്റെ ഭാഷ്യമാണ് കോൺഗ്രസിന് പലപ്പോഴും ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് പാകിസ്ഥാൻ്റെ ഭാഷ്യമാണ് എന്നുള്ളത് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള റിമോട്ട് കൺട്രോൾ കൊണ്ട് ആണ് ഇവിടെ കോൺഗ്രസ് ചലിക്കുന്നത് എന്നുള്ളത്. അതായത് പാകിസ്ഥാനിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ഓരോ ചലനങ്ങളുമെന്നായിരുന്നു പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അങ്ങനെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 16 മണിക്കൂർ ലോക്സഭയിൽ നീണ്ട ചർച്ചയിലുടനീളം ഉണ്ടായത്. ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഇന്നലെ തന്നെ ചർച്ച ആരംഭിച്ചു. ഇന്നും രാജ്യസഭയിൽ ചർച്ച തുടരും. ഇന്നിപ്പോൾ JP നദ്ദ, അതേപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ അടക്കമുള്ളവർ ഇന്നിപ്പോൾ സഭയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം വരാനിരിക്കുന്നു. സ്വാഭാവികമായും ഇന്നലെ കണ്ടതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി കോൺഗ്രസിനെതിരെ, പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ JP നദ്ദയും സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിനെതിരെ സഭയ്ക്കുള്ളിൽ ആഞ്ഞടിക്കും. യഥാർത്ഥത്തിൽ ഭരണകക്ഷത്തിന് ഇത് വീണ് കിട്ടിയ അവസരമാണ്. കോൺഗ്രസിൻ്റെ മുഖം തുറന്നു കാട്ടാൻ കിട്ടിയ അവസരമായി ഇത് ഭരണപക്ഷം വിനിയോഗിക്കുമ്പോൾ തങ്ങൾ വരുത്തി തീർത്ത വിനയായി തന്നെയാണ് കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത്. അനാവശ്യമായ ഒരു തീരുമാനമായി പോയി എന്നുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അതേസമയം നമുക്കറിയാം, കഴിഞ്ഞ 21-ാം തീയതി സഭ ആരംഭിച്ച മുതൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായി. സഭാ സ്തംഭനത്തിലേക്ക് പോലും കടക്കുകയുണ്ടായി. ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കെടുത്തപ്പോൾ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായ കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് ലോക്സഭയ്ക്കുള്ളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. ഇന്ന് അതേ സംഭവം തന്നെ രാജ്യസഭയിലും ആവർത്തിക്കാനിരിക്കുന്നു. അനു, ശരി നന്ദൻ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ റഷ്യയിൽ 8.8 തീവ്രത രേഖപ്പെടുത്തി ഭൂചലനം അനുഭവപ്പെട്ടു എന്ന്. അതിനുശേഷം സുനാമിയൊക്കെ ആഞ്ഞടിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയിൽ മാത്രമല്ല ജപ്പാനിലും സുനാമി തിരകൾ എത്തി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ സുനാമി പ്രോ ഏരിയയിൽ നിന്നുമൊക്കെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇവാക്യുവേഷൻ പ്രോസസ്സ് അതിവേഗത്തിൽ തുടരുകയാണ്. ജപ്പാൻ ഭീതിയിലാണ് രാജ്യം മുഴുവനായും. അമേരിക്കയുമുണ്ട്. അതോടൊപ്പം മറ്റ് ഇടങ്ങളിലേക്കും ഈ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് എന്നാണ് വിവരം. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ വരും മണിക്കൂറുകളിൽ മാത്രമേ റിപ്പോർട്ടുകളായി പുറത്തു വരികയുള്ളൂ. ഇനി നമുക്ക് വീണ്ടും വയനാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ലല്ലോ. വയനാട് ദുരന്തം ഓർത്തെടുക്കുമ്പോൾ മുണ്ടക്കൈ, വെള്ളാർമല, ചൂരൽമല ഒക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മറക്കാനാവാത്ത ഒരിടമാണ് വെള്ളാർമല. വെള്ളാർമല സ്കൂൾ ഓർമ്മയില്ലേ? ആ ഗവൺമെൻറ് സ്കൂൾ. പൊന്നോമനകൾ, കുരുന്നുകളൊക്കെ ഓടിക്കളിച്ചിരുന്ന ആ സ്കൂൾ മുറ്റം ഉൾപ്പെടെ, സ്കൂൾ കെട്ടിടം ഉൾപ്പെടെ എല്ലാം നാമാവശേഷമാക്കിയ വയനാട് ഉരുൾപൊട്ടൽ. നമ്മൾ വിറങ്ങലിച്ചില്ലേ ഇതെല്ലാം നോക്കി നിന്നത്? 34 വിദ്യാർത്ഥികളെ ആയിരുന്നില്ലേ അന്ന് വയനാട് ദുരന്തത്തിൽ വെള്ളാർമല സ്കൂളിന് നഷ്ടപ്പെട്ടത്? ആ ഒരു ഓർമ്മ, ആ ദുരന്തമുണ്ടാക്കിയ ആ തീരാമുറിവ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഇന്നും ഉണങ്ങാതെ കിടക്കുക തന്നെയാണ്. ഒരു ദുരന്തമായി നാടിനെ കാർന്നു തിന്നപ്പോൾ നഷ്ടപ്പെട്ടത് ഈ പിഞ്ചോമനകളുടെ പുഞ്ചിരി കൂടി. അർജുൻ PS അവിടെ നിന്നൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളാർമല സ്കൂളിലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കൊച്ചു കുട്ടികളെയാണ്. ആ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. 33 വിദ്യാർത്ഥികളാണ് ഈ വെള്ളാർമല സ്കൂളിന് ഈ ഉരുൾ ദുരന്തത്തിലൂടെ നഷ്ടപ്പെട്ടത്. ഇവിടെ സുഹൃത്തുക്കൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളാർമല സ്കൂൾ മേപ്പാടിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അവിടെയുള്ള അധ്യാപകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉള്ള അധ്യാപകൻ നമ്മളോടൊപ്പം ചേരുന്നു. സാറേ, ഞാനിവിടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നമ്മളോടൊപ്പം ചേരുന്നത്. വലിയ ഒരു ദുഃഖം തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് പഴയ കാര്യങ്ങൾ? കാരണം ഞാനിവിടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ഈ വെള്ളാർമല സ്കൂളും ഈ നാടും നമ്മളുടേതും കൂടി ആയി മാറിയിരിക്കുകയാണ്. കാരണം ഈ 33 കുട്ടികൾ മാത്രമല്ലല്ലോ, കാരണം മറ്റ് സ്കൂളുകളിൽ പഠിച്ച കുട്ടികളെയും രക്ഷിതാക്കളെയും മറ്റാളുകളെയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ദിവസം നമുക്കൊരു സ്മരണയുടെ ദിവസമാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നമുക്ക് കിട്ടേണ്ടതിൻ്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മകൾ പുതുക്കി ഈ കുട്ടികളുടെ നമ്മൾ ഈ ഫോട്ടോസ് അടക്കം നമ്മൾ എടുത്ത് സ്മരണാഞ്ജലി നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. ആ ഒരു അതിജീവനമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിലൂടെ നമുക്ക് തുടർന്നല്ലേ പറ്റൂ. പക്ഷേ മേപ്പാടിയിൽ നമ്മൾ താത്കാലികമായി അവിടെ നമ്മൾ ഇവിടെയുള്ള കുട്ടികളെ
അവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് വലിയ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് കുട്ടികളുടെയൊക്കെ ഒരു മാനസിക സ്ഥിതി? കുട്ടികളിപ്പോൾ ഇവിടുത്തെ ടീച്ചർമാരും എല്ലാവരും പറഞ്ഞതുപോലെ അവർ കുറേയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വെച്ചാൽ സാധാരണഗതിയിലുള്ള ക്ലാസ്സിൽ പുണ്യമാഷി പറഞ്ഞതുപോലെ. പക്ഷെ അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ അധ്യാപകരുടെ ടീം അത്തരത്തിൽ ഒരു പ്രശ്നവും അവർക്ക് ലോങ് ടേം ഉണ്ടാവാത്ത രീതിയിൽ അപ്പം തന്നെ അവരെ ചേർത്ത് പിടിച്ച് അവർക്കുള്ള എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മുടെ SLCയിൽ നമുക്ക് വന്ന നല്ല ഉന്നത വിജയമടക്കമുള്ള കാര്യങ്ങൾ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ രീതിയിൽ എല്ലാവരും തങ്ങളുടെ കുട്ടികൾ നഷ്ടപ്പെട്ട ആ ഒരു ഓർമ്മയിലാണ് ഇന്നുള്ളത്. അവർക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ പൂക്കൾ അർപ്പിക്കുന്ന, അവരുടെ മുൻപിൽ ഒരുപിടി ഓർമ്മകൾ തങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഉലയ്ക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ബേക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. പലരും വന്ന് വളരെ വിങ്ങലോടെയാണ് ഓരോരുത്തരെയും ഓർക്കുന്നത്. തങ്ങളുടെ വീട്ടുമുറ്റത്ത് അടക്കം കളിച്ചു വളർന്ന കുട്ടികളാണ്, തങ്ങളുടെ നാട്ടിൽ കളിച്ചു വളർന്ന കുട്ടികളാണ്. നമുക്ക് സ്കൂൾ ഒന്നുകൂടെ കാണാം. വെള്ളാർമല സ്കൂൾ ഈ വിദ്യാലയത്തിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിലാണ് പഠിച്ച് വളർന്നത്. ആ ഒരു സമയത്താണ് ഒരു ഇടുത്തി പോലെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഉരുള് വരികയും പിന്നീട് ഈ സ്കൂളിനെ തകർത്തുകൊണ്ട്, സ്കൂളിൻ്റെ ഒരു ഭാഗം മുഴുവനായി തകർത്തുകൊണ്ട് ആ ഒരു ഉരുള് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി കുട്ടികൾ, 34 കുട്ടികളാണ് ഇവിടെ മരണപ്പെട്ടത്. നമ്മുടെ കൂടെ ഇപ്പോൾ പ്രധാന അധ്യാപകൻ കൂടി നമ്മളോട് ചേരുന്നുണ്ട്. സാറേ, എങ്ങനെയാണ് അന്നത്തെ നമ്മുടെ ഓർമ്മകളൊക്കെ? ഞാൻ പുതിയതായിട്ട് വന്ന HM-ആണ്. കഴിഞ്ഞ മാസമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യം പുതിയൊരു HM എന്നുള്ള രീതി വന്നിട്ട് എനിക്ക് സാധാരണ രീതിയിലൊരു സ്കൂളായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ട്രോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രതിവിധികൾ നൽകാൻ പ്രാപ്തരായ ഒരു ടീം തന്നെ നമ്മുടെ സ്കൂളിലുണ്ട് എന്നുള്ളതാണ്. വന്ന മുതൽ കുട്ടികളുടെ മാനസിക സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? എല്ലാവരും റിക്കവർ ആയിട്ടുണ്ട്. കാരണം ഒരു മിനിറ്റ്. തീർച്ചയായും അവർ വലിയ ഒരു വിഷമത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഫോട്ടോകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മരണപ്പെട്ട വിദ്യാർത്ഥികൾ 34ഓളം വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. ഞങ്ങളുടെ പൊന്നോമനകൾ എന്ന് പറഞ്ഞുകൊണ്ട് GVHS വെള്ളാർമലയിലെ വിദ്യാർത്ഥികളൊക്കെ വലിയ ഒരു സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കാഴ്ച. സാറ് വീണ്ടും നമ്മളോടൊപ്പം ചേരും. സാറേ, എങ്ങനെയാണ് കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ ഇപ്പം കുട്ടികൾക്ക് മാനസികമായ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളതുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങളിൽ അവിടെ ഒരു കൗൺസിലർ ഉണ്ട്. അപ്പോൾ ഇതുവരെ നിലവിൽ അങ്ങനെ ഒരു വിഷയം ഞാൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ല വിഷയങ്ങളുണ്ടാവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വളരെ വാച്ച്ഫുള്ളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വളരെ പെട്ടെന്ന് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ടീം കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും ഇനിയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം അനുഭവിച്ച അത്രത്തോളം വരില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ധാരാളം ആക്ടിവിറ്റീസ് കുട്ടികളുടെ എന്താ പറയുക, അവരെ എൻഗേജ് ചെയ്യിച്ച് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യവും. കാരണം പാഠ്യപ്രവർത്തികൾക്ക് അപ്പുറം പഠനേതരമായ ഒരുപാട് പ്രവർത്തികളിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ ഇടപിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പം അവരെ ഓർമ്മകളിൽ നിന്ന് ഇതൊക്കെ എന്ത് ചെയ്യും, മാറി നിൽക്കും. അതിന് വേണ്ടിയുള്ള ശ്രമം. ചെറിയ കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വലിയ മുതിർന്ന കുട്ടികളാണ് ഈ ട്രോമ കണ്ടീഷൻസ് കുറേ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സാർ. ഇത്തരത്തിൽ തന്നെയാണ് അധ്യാപകരൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ടാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്, ഈ കുട്ടികൾക്ക് നൽകുന്നത്. അതുതന്നെയാണ് ഇവരുടെ വിജയം. നമുക്ക് ഒന്നുകൂടി ആ സ്കൂൾ കാണാം. ഇത്തരത്തിൽ പുഞ്ചിരിമട്ടത്തു നിന്നും വന്ന ഉരുൾ പിന്നീട് വന്നത് മുണ്ടക്കൈയിലേക്കാണ്. മുണ്ടക്കൈയിൽ നിന്നും പിന്നീട് ഈ ചൂരന്മലയിലേക്ക് എത്തുന്നു. ചൂരന്മലയിലെത്തിയ ഉരുള ഈ വിദ്യാർത്ഥികളുടെ എന്നും പോകുന്ന ഈ വിദ്യാലയത്തിൻ്റെ പകുതി കൂടി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മുകളിൽ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ഇത്തരത്തിൽ 34ഓളം കുഞ്ഞുങ്ങളാണ് ഈ വെള്ളാർമല സ്കൂളിന് നഷ്ടപ്പെട്ടത്. നമ്മൾ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും സ്നേഹാദരങ്ങളും ഒക്കെ വായിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഓരോന്നും എടുത്തു പറയാത്തത്. അതിൽ വീണ പ്രസാദിനെ അന്വേഷിച്ച നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. വീണ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളാണ്, ഇപ്പോൾ വിശ്രമത്തിലാണ്. നിങ്ങളുടെ അന്വേഷണങ്ങൾ ഞങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുഴപ്പമില്ല, അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തിരികെ സ്ക്രീനിലേക്ക് എത്തും.
ഇനി നമുക്ക് ഈ വയനാട്ടിലെ വിശേഷങ്ങളും വാർത്തകളും ഒന്നും അവസാനിക്കുന്നില്ല. ദുരന്തം കവർന്നെടുത്ത ആ ഭൂമികയിൽ ഇനി എന്ത് ശേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞു. അവിടേക്ക് തന്നെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വയനാട് ദുരന്തത്തിന്റെ 1-ാം വാർഷിക ദിനമാണ് ഇന്ന്. പുത്തുമലയിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥനയുണ്ട്, മേപ്പാടിയിൽ അനുസ്മരണ യോഗമുണ്ട്. സംസ്ഥാനം മുഴുവനും ഓർക്കുകയാണ് വയനാടിനെ. നമ്മൾ ഇന്നും ചേർത്ത് പിടിക്കുന്നു. ഓരോ മഴയും വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞെട്ടലോടെ അല്ലാതെ വയനാട്ടിൽ മഴ അല്ലെങ്കിൽ മഴ അലേർട്ട് എന്നുള്ള വാർത്തകൾ കേൾക്കാനോ വായിക്കാനോ പോലും കഴിയാത്ത അവസ്ഥ. അത് മാത്രമല്ലല്ലോ, ഇന്നും മായാത്ത ഓർമ്മകളിൽ ഒഴുകുന്ന പുന്നപ്പുഴയെ കൂടി നമുക്ക് കാണണ്ടേ. ചൂരൽമലയും മുണ്ടക്കയവും പുഞ്ചിരിമട്ടവും ഒക്കെ ഇന്ന് നിശബ്ദമാണ്. 298 പേർ ഔദ്യോഗികമായി മഹാദുരന്തത്തിൽ നഷ്ടപ്പെട്ട കണക്കുകൾ. അതേസമയം ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു, കേണപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പലർക്കും ആനുകൂല്യങ്ങൾ പോലും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. രാജീവിലേക്ക് വീണ്ടും എത്താം. രാജീവ്, ഈ ടൗൺഷിപ്പ് അടുത്ത കാലത്ത് എങ്ങാനും ഉണ്ടാകുമോ? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ദുരന്തമുണ്ടാകുന്നു. സമാനതകളില്ലാത്ത ദുരന്തം. ഒരുപക്ഷേ സംസ്ഥാനം അതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം സൂചിപ്പിച്ചതുപോലെ 298 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 32 പേരെ കാണാതായെന്ന് സർക്കാർ കണക്കുകൾ പറയുമ്പോൾ പ്രദേശവാസികൾ പറയുന്ന കണക്കുകൾ അതല്ല. അതിലും ഒക്കെ അപ്പുറത്തേക്ക് 400 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകാമെന്നാണ് പ്രദേശവാസികൾ ഇപ്പോഴും പറയുന്നത്. മാത്രമല്ല, കൂടുതൽ പേരെ കാണാതായെന്നും പ്രദേശവാസികൾ പറയുന്നു. ആ ദുരന്തമുഖത്ത് വെച്ചുകൊണ്ട് മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ഉറപ്പ് നൽകിയത് 1 വർഷത്തിനപ്പുറം ടൗൺഷിപ്പ് പദ്ധതി പ്രാവർത്തികമാക്കുമെന്ന്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ടൗൺഷിപ്പിൻ്റെ പ്രദേശത്ത് പോയതാണ്. കൽപ്പറ്റയിലാണ് ഈ ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നത്. അവിടെ പോയതാണ്. പക്ഷേ അവിടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പില്ലറുകൾ സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാതൃകാ ഭവനം സ്ഥാപിച്ചു എന്നതിനും അപ്പുറത്തേക്ക് ഒരു പ്രവൃത്തികളും തുടങ്ങി വെക്കാനായിട്ടില്ല എന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും അത് നിർമ്മാണം പൂർത്തിയാക്കി വരുമ്പോഴേക്കും കൂടുതൽ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ അലംഭാവം ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ബെയിലി പാലമാണ്. മണിക്കൂറുകൾ കൊണ്ട് സൈന്യം മുണ്ടക്കയ്ക്കായി നിർമ്മിച്ചു നൽകിയ ബെയിലി പാലം, അതായത് ഒറ്റപ്പെട്ടുപോയ ഒരു പ്രദേശത്ത് നിന്നും അടുത്ത പ്രദേശത്തേക്ക് എത്താൻ വേണ്ടി സൈന്യം നിർമ്മിച്ച, അവരുടെ സൈന്യത്തിൻ്റെ മനക്കരുത്തിൽ നിർമ്മിച്ച ഒരു പാലമാണ്. മണിക്കൂറുകൾ കൊണ്ടാണ് സൈന്യം ഈ ബെയിലി പാലം നിർമ്മിച്ച് നൽകിയത്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടത്താൻ വേണ്ടി കഴിഞ്ഞത്. ഈ ബെയിലി പാലം നിർമ്മിച്ചതിന് ശേഷമൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും വളരെ ദ്രുതഗതിയിൽ നടത്തുമെന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ എത്തി ഉറപ്പ് നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള അത്തരം പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഒരു ദുരന്തമുണ്ടായതിന് ശേഷം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ്, അതായത് ഈ പുന്നപ്പുഴ നവീകരിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ മാത്രമാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നതും. ഇവിടെ കൊണ്ടുവന്ന് കോടികൾ നിക്ഷേപിക്കുന്നു, ആ പണം എന്തുകൊണ്ട് തങ്ങൾക്ക് നൽകുന്നില്ല, തങ്ങളുടെ പുനരധിവാസത്തിനായി അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും പ്രദേശവാസികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതേസമയം തന്നെ ഈ സന്നദ്ധ സംഘടനകളുടെ കാര്യം പറയുകയാണെങ്കിൽ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ, അമൃതാനന്ദമയി മഠം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ നമുക്ക് മാതൃകാപരമായി എടുത്തു പറയാൻ കഴിയുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഏതായാലും മത അമൃതാനന്ദമയി മഠത്തിൻ്റെ ഇവിടെ ചുമതലയുള്ള സ്വാമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് സ്വാമി വിശദമാക്കും. ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നടത്തിയിരുന്നത്? നമസ്കാരം. വളരെ ദുഃഖകരമായ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ മാതാ അമൃതാനന്ദമയി മഠം, പ്രത്യേകിച്ച് അമ്മ അമൃതപുരിയിൽ അമ്മ ഇത് അറിയുകയും പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്തു. കാരണം നമ്മുടെ എല്ലാ ദുരന്ത മേഖലകളിലും ആശ്രമത്തിൻ്റെ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. ഗുജറാത്തിലായിക്കോട്ടെ, പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആദ്യമായിട്ട് നമ്മളുണ്ടായത് അമൃത മെഡിക്കൽ സയൻസ് എന്നുള്ള മെഡിക്കൽ ടീം, ശക്തമായൊരു മെഡിക്കൽ ടീം മൊബൈൽ സംവിധാനങ്ങളോടുകൂടി തന്നെ വന്ന് അവർക്ക് വേണ്ട എല്ലാ ചികിത്സകളും കൊടുക്കുകയും ഏകദേശം ഒരു 15 ദിവസത്തോളം നമ്മൾ ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു. അതുകൂടാതെ നമ്മുടെ കൽപ്പറ്റയിൽ അമൃതകൃപ ഹോസ്പിറ്റലുണ്ട്, അത് കേന്ദ്രീകരിച്ചും പിന്നീട് നമ്മളൊരു മാസത്തോളം തുടർ ചികിത്സയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഒരു ഭാഗത്ത് ആ മെഡിക്കൽ രംഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് നമ്മുടെ അയുദ്ധം എന്ന് പറയുന്ന അമൃതാനന്ദമയി മഠത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ പ്രവർത്തകർ ഭക്ഷണ കിറ്റുകൾ അതുപോലെയുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിക്കുകയും നിരന്തരമായ ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മൾ അമ്മ പ്രത്യേകം താല്പര്യം എടുത്തിട്ടുള്ളത് ഇവർക്ക് തുടർ ജീവിതത്തിനുള്ള, മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള എന്തെങ്കിലും സാങ്കേതിക
തൊഴിൽ പരിശീലനം അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്ന് അമ്മ സങ്കല്പിക്കുകയും പറയുകയും ചെയ്തതിൻ്റെ പേരിൽ അമൃത യൂണിവേഴ്സിറ്റിയിലെ അമ്മച്ചി ലാബിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, വിമൻ എംപവർമെൻ്റ് ഒരു പ്രോജക്റ്റ് ഉണ്ട്. അവർ ഏകദേശം നമ്മൾ എല്ലാ വീടുകളിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആളുകൾ വന്ന് മിക്കവാറും പല സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്, വീടുകളില്ലാത്തവർ, കൽപ്പറ്റയിലും അമ്പലവയലും പല ഭാഗത്ത്, ബത്തേരി, അവിടെ എല്ലാ വീടുകളും സന്ദർശിച്ച് അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർക്ക് എന്താണ് ഇനി മുന്നോട്ട് ജീവിതത്തിൽ പോകാനുള്ള അത്യാവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അവർ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ളത് മിക്കവാറും തൊഴിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ തൊഴിൽ കിട്ടാനുള്ള മാർഗ്ഗം എന്ത്? അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് നമ്മൾ തയ്യൽ പരിശീലനം, കമ്പ്യൂട്ടർ പരിശീലനം കൊടുക്കാനുള്ള തീരുമാനമുണ്ടായി. അത് മേപ്പാടി അമൃതാനന്ദമയ മഠത്തിൽ വെച്ചിട്ട് 3 മാസത്തെ 122 പേർക്ക് ഒരു കോഴ്സ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവർക്ക് തയ്യൽ മെഷീനും മിക്കവാർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തു. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ അമൃതയിലെ സൈക്കോളജി വിഭാഗം മിക്കവാറും മനഃശാസ്ത്രപരമായിട്ട് വലിയൊരു വിഷമത്തിലായിരുന്നു അവർ. അപ്പോൾ ഇതോടെ ഒന്നിച്ച് തന്നെ നമ്മൾ അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നുള്ള എയിംസിൻ്റെ ആൾക്കാർ വന്നിട്ട് മിക്കവാർക്കും കൗൺസിലിംഗ് കൊടുത്തു. അതും മേപ്പാടി അമൃതാനന്ദ മഠത്തിൽ വെച്ചിട്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇനി ചെയ്യുന്നത് ഇനിയും തുടർ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യുകയാണ്. ഇപ്പോൾ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ചെയ്യേണ്ടതാണ്, വീട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നത് ഈ ദുരന്ത മേഖലകളിലെ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ട് അമൃത യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തതാണ്. അത് മൂന്നാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉണ്ട്. അത് ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സയൻറ്റിസ്റ്റുമാരായിട്ടുള്ള ആൾക്കാർ വന്ന് അതിന് സ്റ്റഡി ചെയ്തു. പല ഭാഗത്തും മുണ്ടക്കൈ, ചുരൽമല ഈ ഭാഗത്തൊക്കെ വന്ന് സ്റ്റഡി ചെയ്ത് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിരുന്നു, വളണ്ടിയറായിട്ട് തന്നെ. പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള ഒരു സർക്കാർ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം കിട്ടിയിട്ടില്ല, അത് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അത് പഠിച്ചതിൻ്റെ വേണ്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഗവൺമെൻറ് അനുവദിക്കുകയാണെങ്കിൽ ഇനിയും മഠം അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരം. തീർച്ചയായും അനു, ഈ രീതിയിലാണ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള ഇടപെടലാണോ വേണ്ടത് അതിനൊക്കെ അവർ തയ്യാറാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ പ്രദേശവാസികൾ പരാതി പറയുന്നത്. അവരെ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പ് നൽകിയത് സർക്കാർ സംവിധാനങ്ങളാണ്. യാതൊരു തരത്തിലുള്ള പാളിച്ചകളും ഉണ്ടാകാത്ത രീതിയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിയത് സർക്കാർ സംവിധാനങ്ങളാണ്. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഇവിടെ എത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികളും അതുതന്നെയാണ്. കഴിഞ്ഞ ദുരന്തമുണ്ടായതിനു ശേഷം ഇവിടെ നിന്ന് പോയ മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറ്റ് അധികൃതരുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകും, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പോയവരാണ്. അവരാരും പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയാണ് പ്രധാനമായും ഉള്ളത്. അതേസമയം തന്നെ ഈ സന്നദ്ധ സംഘടനകളുടെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് സേവാഭാരതിയുടേത്. സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനങ്ങൾ, സഹായ പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങളാണ് സേവാഭാരതി മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലുമൊക്കെ ആ ദിവസം മുതൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും സേവാഭാരതി പ്രവർത്തകർ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഏതായാലും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ആ പ്രവർത്തനങ്ങൾ, ഇപ്പോഴും എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അന്നത്തെ ദുരന്ത സമയത്തെ തുടർച്ചയെന്ന നിലയിൽ തീർച്ചയായിട്ടും അന്ന് ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്കുള്ള എല്ലാ സഹായങ്ങളും പലതരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സേവാമിത്ര എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു സേവാമിത്രങ്ങളെ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് മൈന്യൂട്ടായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ വരെ അറിഞ്ഞ് അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാനും അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ കാണാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും കൗൺസിലിങ്ങിലൂടെയും പാലിയേറ്റീവ് തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരാണ്, ഈ സേവാമിത്രങ്ങളാണ് നമ്മൾക്ക് എന്നും തുണയായിട്ടുള്ളത്. അന്ന് ആ ദുരന്തമുഖത്ത്, അതായത് 30-ാം തീയതി തന്നെ പോസ്റ്റ് ചെയ്തതാണ് ഇവരെ എല്ലാവരെയും. ഒരു 12ഓളം വരുന്ന ആൾക്കാർ നിരന്തരമായിട്ട് സമ്പർക്കങ്ങളും സേവാഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളിലൂടെയും അവരുടെ എല്ലാ വിവരങ്ങളും നമ്മൾ അതാത് സമയത്ത് ശേഖരിച്ച് അവർക്കുള്ള സഹായങ്ങളാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് നമ്മൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ സേവാഭാരതിക്ക് ലഭിച്ചതുമാണ്. അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയപ്പോൾ കൂടുതൽ പ്രദേശവാസികൾ പങ്കുവച്ച ഒരു ആശങ്ക, അതായത് ഈ സന്നദ്ധ സംഘടനകളൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി മാറുന്നു എന്ന പരാതിയാണ് പ്രദേശവാസികൾ പങ്കുവച്ചത്. ഏതായാലും ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രദേശവാസികൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പരാജയം സംഭവിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഈ ദുരന്തമുണ്ടായതിനു ശേഷം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി ഇവിടുന്ന് പോയവരാണ് അധികൃതർ. പലപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്ന പരാതി പിന്നീട് ഇങ്ങോട്ട് അവരെ കാണുന്നില്ല, നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. ഞാൻ ഇവിടെ റാട്ടപ്പാടി എന്ന് പറഞ്ഞ അവിടെയാണ് താമസിക്കുന്നത്. വാടക പാടിയിലാണ് താമസിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ 11ാം വാർഡ് മൊത്തം വാഷ് ഔട്ടായിട്ട് അവർ ചിത്രീകരിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ഈ മത്തായി സാറിൻ്റെ ഒരു അളവിൻ്റെ ആവശ്യം അവിടെ അല്ല. അതായത് അവിടെയുള്ള അതായത് ഞങ്ങൾ ഡയറക്റ്റായ ആൾക്കാരാണ്. ഇവിടെ സർക്കാർ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതായത് ഈ വാടക വാങ്ങുന്ന ആൾക്കാർ മൊത്തം ഡയറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനദണ്ഡം വെക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഈ പട്ടികയിൽ നിന്ന് പുറത്തായി? മാത്രമല്ല നിങ്ങൾ അങ്ങോട്ട് വരാൻ ഞങ്ങൾ കാണിച്ചു തരാം. അത് 2 പാടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേ ലൈനിൽ നിന്ന് ഒരു 25 മീറ്റർ നിൽക്കുന്ന പാടികൾ ഉൾപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ തൊട്ടപ്പുറത്ത് ഫാക്ടറി ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി ഇതിലേക്ക് ഉൾപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഫാക്ടറിയിൽ പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് എസ്റ്റേറ്റ് ചെയ്ത പരിപാടിയാണെന്ന് ഞങ്ങൾക്കിത് പറയാനുള്ളത്. അതായത് 2 പാടികൾ ഉൾപ്പെട്ട് ബാക്കിയുള്ള പാടികൾ ഒന്നും ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. നിങ്ങളിത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ ഈ വിഷയങ്ങളൊക്കെ? ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കളക്ടറിനെയും ഞങ്ങൾ കയറി ഇറങ്ങിയതാണ്. ഒരുപാട് നിവേദനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏതായാലും ഈ രീതിയിലുള്ള ഈ പരാതികൾ വ്യാപകമായി തന്നെ പ്രദേശവാസികളിൽ നിന്ന് ഉയരുകയാണ്. അതായത് കൃത്യമായ ഈ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മാത്രമല്ല കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി പോയവർ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി എന്ത് വേണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. ഇത് ഈ പ്രദേശവാസികളുടെ മാത്രം സാഹചര്യമല്ല, തൊട്ടപ്പുറത്തെ വ്യാപാരികൾ പ്രതിഷേധത്തിലാണ്. അവർക്കും അർഹമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല. ടൗൺഷിപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ പ്രദേശവാസികൾ ചേരുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള അവഗണനയാണ് നിങ്ങളിങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസങ്ങളിലും വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അധികൃതരുടെ മുന്നിൽ യാചിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ID കാർഡൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-11 വാർഡുകളിലെ മുഴുവൻ ആൾക്കാരും ഡയറക്റ്റായിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കാണ് ശരിക്കും ഇത് കൊടുക്കേണ്ടത്. ഇത് അതിനകത്ത് വെറും നമ്മളെ ചീഫ് സെക്രട്ടറി വന്നിട്ട് 1023 ആൾക്കാർക്ക് ഇവിടെ വീട് വെച്ച് തരുന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇവിടെ നേരിട്ട് വന്ന് കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിൽ നിന്നൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടാണ് ഇപ്പോൾ 400 ചില്ലാനം വീടായത്. ആ ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ കാർഡ് കൊടുക്കുന്നത്. അതിനകത്ത് തന്നെ ഇപ്പോഴും ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഇനിയും ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ബാക്കി നിൽക്കുകയാണ്. അവർക്ക് ഇതുവരെ ഈ ഒരു കാർഡ് കിട്ടില്ല. ഈ കാർഡ് കിട്ടിയെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു 10-80 കുടുംബത്തോളം ഇനിയും ബാക്കി നിൽക്കുകയാണ്. അവർക്ക് ഇതുവരെ ആ ഒരു കാർഡിനെ കുറിച്ചിട്ടോ കാര്യങ്ങളോ കുറിച്ചിട്ടോ ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെഡിക്കൽ പരമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഇങ്ങനെ എന്താ പറയുക, ഈ ദുരിതബാധിതരെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇപ്പോൾ അവർക്കൊരു കളിയാക്കുന്ന മട്ടിലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ഈ ദുരിതബാധിതർ എന്ന രീതിയിലാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ID കാർഡ് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഈ 10-11 വാർഡിലുള്ള എല്ലാവർക്കും അത് ചെയ്തു കൊടുക്കണമല്ലോ. ഈ കാണുന്ന ഈ റാട്ടപ്പാടി എന്ന് പറയുന്ന ഈ പുഴയും ആ പാണിയും തമ്മിൽ വെറും 10 മീറ്റർ തികച്ചില്ല. അത് വഴിമാറിപ്പോയത് എന്തോ ഒരു ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ചിലപ്പം അത് ആ വെള്ളം അന്ന് വഴിമാറിപ്പോയത്. ഇപ്പോഴും വീടിൻ്റെ സൈഡിൽ കുറ്റിയടിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മീറ്റർ പോലും ഇല്ല. അങ്ങനെയാണ് മത്തായി സാറിൻ്റെ കല്ല് കൊണ്ടെന്ന് വെച്ചേക്കുന്നത്. എന്നിട്ട് അവിടെ അതിൻ്റെ ഇങ്ങോട്ടുള്ളത് അവർക്ക് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. നമ്മളും ഇതേപോലെ തന്നെ പിഞ്ചു മക്കളും എല്ലാവരും ഉള്ളതല്ലേ. നമ്മൾ ഇവിടെ ഈ ആനക്കാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമുക്കതേപോലെ തന്നെ 30-ാം തീയതി ആയപ്പോൾ ഇന്ന് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ദൈവത്തിനറിയാം. അതിന് തന്നെ 37 വീടുകളാണ് അവർ പറയുന്നത് അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള. ലിസ്റ്റായിട്ടല്ല വരുന്നത്, കൂട്ടിച്ചേർക്കൽ 37 വീട് അങ്ങാണ്ടാണ് അവർ പറയുന്നത്. അതിനകത്ത് ഈ എസ്റ്റേറ്റിലുള്ള പാടിക്കാരും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള ഒരാളും പെട്ടിട്ടില്ല. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന 2-3 കുടുംബങ്ങളേ ഉള്ളൂ. ആ കുടുംബങ്ങൾ ഒറ്റയ്ക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റുമോ എന്നാണ് നമുക്ക് ഗവൺമെൻറ്റിനോട് ചോദിക്കാനുള്ളത്.
അങ്ങനെ അവർ താമസിക്കുകയാണെങ്കിൽ ആദ്യം അവർ വന്നിട്ട് ഒരു 2 മാസം അവർ നിന്ന് താമസിച്ച് കാണിച്ചു തരുവാണെങ്കിൽ നമ്മൾ താമസിക്കാം, അതിന് തയ്യാറാണ് ഞങ്ങൾ. ഇതേപോലെ തന്നെ നമുക്ക് ഇവർ പറഞ്ഞു, മത്തായി സാറ് പറഞ്ഞു, അതേപോലെ തന്നെ ഗവൺമെൻറ്റും പറഞ്ഞു, ഇനി ഇതേപോലെ ഒരു ഉരുൾപൊട്ടലോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടാവില്ല എന്ന്. അത് കൃത്യമായിട്ട് ഇവിടെ നിന്നിട്ട് മനസ്സിലാക്കാതെ പോയിട്ട് സംസാരിക്കുന്നതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 10-38 വർഷമായിട്ട് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മഴ പെയ്താൽ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇത് മുറിച്ചു പോയിരുന്നു, ഈ റോഡ് മുറിച്ചു പോയിരുന്നു. അന്ന് ഇവിടുത്തെ തൊഴിലാളികളൊക്കെ അലമുറ ഇട്ടിട്ട് ഇവിടുന്ന് വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അന്നും ഈ കണ്ട ഗവൺമെൻറ് ആരും ഉണ്ടായില്ല. അന്നും ഇവിടുത്തെ നാട്ടുകാരെ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ജീപ്പ് ഡ്രൈവർമാരാണ് ഇവിടെ അത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇവർ എന്താ പറയുക, നമ്മളെ പരിഹസിക്കുക ചെയ്തത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ നിലവിളി കൂട്ടുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലയെന്ന്. നിങ്ങൾ ഒന്ന് ഇത് തന്നെയല്ലേ 29-ന് സംഭവിച്ചത്. കഴിഞ്ഞ 29-നും ഇത് സംഭവിച്ചു, 29-ന് സംഭവിച്ചു, 29-ന് സംഭവിച്ചതിന് ശേഷം 30-ന് പുലർച്ചെ വീണ്ടും ഇതുണ്ടാകുന്നു. അന്ന് തന്നെ കൃത്യമായൊരു മുൻകരുതൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അന്നും ഇവർ പറയുന്നത്, അന്ന് തന്നെ ഇവർ ഈ എന്താ പറയുക കാൽക്കുലേറ്റ് റിപ്പോർട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ഇവിടെ ഉരുൾപൊട്ടൽ മേഖലയായിട്ട് അവർ അന്ന് ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഓരോ ഏരിയകളിലും. അന്ന് ഇവരും ഗവൺമെൻറ് അത് മൂടി വെച്ചിട്ടാണ് ഇത്രയും ആൾക്കാരെ ഇവർ കൊലയ്ക്ക് കൊടുത്തു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അന്നും ഇവർ കറക്റ്റായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ തന്നെ മാറ്റി പാർപ്പിക്കലോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ളൊരു സൗകര്യം നമുക്ക് ഒരുക്കി തരുമായിരുന്നെങ്കിൽ ഇത്രയും പേര് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. തീർച്ചയായും ഈ രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ എത്തിയത് മുതൽ പ്രദേശവാസികളുടെ സങ്കടങ്ങൾ, അവരുടെ പരിഭവങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. അവരുടെ ഉറ്റവരും ഉടയവരുമൊക്കെയാണ് നഷ്ടമായിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമൊക്കെയായി കഴിഞ്ഞിരുന്നവരാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഈ ഭൂമി അവർക്ക് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് അർഹമായ പുനരധിവാസം നടപ്പാക്കുക എന്നതാണ്. അവർക്ക് തൊഴിൽ വേണം, അവർക്ക് തുടർന്ന് ജീവിക്കണം. ആരുടെയും സഹായമില്ലാതെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ കടമ തന്നെയാണ്. അത് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പെങ്കിലും പാലിക്കണം എന്നാണ് അവർ നിലവിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് പ്രദേശവാസികൾക്ക് ഈ രീതിയിൽ പറയേണ്ടി വരുന്നത്. പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്, ബന്ധുക്കളുടെ വീടുകളിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം. ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ 10-12 പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും നമ്മളോട് പറഞ്ഞിരുന്നു. പലരും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇവിടേക്ക് എത്തുമ്പോൾ തങ്ങൾ ജനിച്ചു വളർന്ന ഒരു നാട് ഈ രീതിയിലായിരുന്നില്ല ആ നാട് അപ്പോൾ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളായി കഴിയേണ്ടി വന്നവർ സ്വാഭാവികമല്ലേ, വൈകാരികമായല്ലേ അവർക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഉരുൾപൊട്ടലിന് ശേഷം മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന വാഗ്ദാനങ്ങൾ അതെങ്ങോട്ട് പോയി? ഒഴുകി എങ്ങോട്ടോ പോയി. അതൊക്കെ നടപ്പിലാകുമോ എന്തോ. എന്തായാലും കാത്തിരുന്ന് കാണുക എന്നല്ലാതെ നമുക്ക് വേറൊരു നിർവാഹമില്ല. അവർ പറയുന്നത് വിശ്വസിച്ച് ഇത്രയധികം കാലം നമ്മൾ കാത്തിരുന്നു. ഇനിയും നമ്മൾ കാത്തിരിപ്പ് തുടരുകയാണ്. പുനരധിവാസമൊക്കെ ഉടനെ നടപ്പിലാക്കും, ടൗൺഷിപ്പ് ഒക്കെ വരും. ആ വാക്കുകൾ ഇനിയെങ്കിലും അല്ലെങ്കിൽ ഇനിയും അത് നടപ്പിലാകും എന്ന് നമ്മൾ കാത്തിരിക്കുകയാണോ അതോ നടപ്പിലാകുമോ എന്തോ. ഭക്തിസാന്ദ്രമായി ശബരിമലയിൽ നിറപുത്രി അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച നെൽക്കതിരുകൾ പ്രസാദമായി ഏറ്റുവാങ്ങിയതിൻ്റെ പുണ്യനിർവൃതിയിലാണ് നിറപുത്രി പുലരിയിൽ സന്നിധാനത്ത് ഭക്തർ ഓരോരുത്തരും. ഇന്നലെ പുലർച്ചെ 5:30-നും 6:30-നും മധ്യേ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു നിറപുത്രി പൂജകൾ. വിവിധയിടങ്ങളിൽ നിന്ന് എത്തിച്ച നെൽക്കതിരുകൾ ശ്രീകോവിലിൽ പൂജിച്ച ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് പ്രസാദമായി നൽകുകയുണ്ടായി. പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. മിഥുൻ പിള്ള തുടരുന്നുണ്ട് സന്നിധാനത്ത്. മിഥുൻ മുരളിയാണ് നമുക്ക് ഒപ്പം സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. മിഥുൻ, സന്നിധാനം ഭക്തി സാന്ദ്രമാണ്. ഐശ്വര്യപൂർണമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയുടെ പുലരിയിൽ അയ്യപ്പസ്വാമിയെ ദർശിച്ച് സായുജ്യം നേടുകയാണ് ഭക്തജനങ്ങൾ. ദർശനത്തോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച നെൽക്കതിരുകൾ ലഭിച്ചു എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ആഗ്രഹ നിവൃത്തി നൽകുന്ന കാര്യമാണ്. രാവിലെ 4 മണിക്ക് ഇന്ന് നട തുറന്നു. 5:30 മുതൽ 6:30 വരെയാണ് നിറപുത്രി പൂജാ ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. കൊടിമര ചുവട്ടിൽ നിന്നും നെൽക്കതിരുകൾ സ്വീകരിച്ച് ശ്രീകോവിലിന് വലം വെച്ച് ശ്രീകോവിലിലേക്ക് നെൽക്കതിരുകൾ എത്തിച്ചു. പിന്നീട് ശ്രീകോവിലിൽ പ്രത്യേക പൂജകൾ. അയ്യപ്പസ്വാമിക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എത്തിച്ച ശ്രീകോവിലുകൾ
ശ്രീകോവിലിൽ അയ്യപ്പസ്വാമിക്ക് നെൽക്കതിരുകൾ സമർപ്പിച്ചു. പാലക്കാട് നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായി അച്ഛൻ കോവിലിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആറന്മുളയിൽ നിന്നും അതുകൂടാതെ ഓരോ ഭക്തജനങ്ങളും നെൽക്കതിരുമായി ഇരുമുടിക്കെട്ടിനൊപ്പം നെൽക്കതിരുമായാണ് മല കയറി ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയത്. ഇങ്ങനെ ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച നെൽക്കതിരുകൾ അയ്യപ്പസ്വാമിക്ക് മുൻപിൽ പൂജിച്ച് രാവിലെ 5:30ക്കും 6:30ക്കും മധ്യേയുള്ള മുഹൂർത്തത്തിൽ നിറപുത്തിരി ചടങ്ങുകൾ നടന്നതിന് ശേഷം ഭക്തജനങ്ങൾക്ക് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിനും തന്ത്രി മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും ചേർന്ന് നെൽക്കതിരുകൾ ഈ പൂജിച്ച അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തു. ആ ഒരു അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച ആ നെൽക്കറ്റകൾ ലഭിച്ചതിൻ്റെ പ്രസാദമായി ലഭിച്ചതിൻ്റെ ഏറ്റുവാങ്ങാൻ സാധിച്ചതിൻ്റെ നിർവൃത്തിയിലായിരുന്നു ഈ സമയമത്രയും സന്നിധാനത്ത് എന്ന് എത്തിയ ഭക്തജനങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്. ഒരു വർഷത്തെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള കാർഷിക സമൃദ്ധിയുടെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് ഒക്കെ വേണ്ടി അയ്യപ്പസ്വാമിക്ക് മുൻപിൽ പ്രാർത്ഥിച്ച് ആ പ്രസാദം ഏറ്റുവാങ്ങിയതിൻ്റെ ആ ഒരു ഐശ്വര്യത്തോടു കൂടി ഇന്ന് ഭക്തജനങ്ങൾ മലയിറങ്ങുന്നു. രാത്രി 10 മണിക്കാണ് ഇന്ന് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. രാവിലെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരു പുണ്യ മണിക്കൂറുകൾക്ക് വേണ്ടി കാത്തുനിന്ന ഭക്തജനങ്ങളാണ് ഇന്നലെ മല കയറിയെത്തിയ ഭക്തജനങ്ങളും ഇന്ന് രാവിലെ ഈ ദിവസം ക്രമീകരിച്ചുകൊണ്ട് എത്തിയ ഭക്തജനങ്ങളുടെ എല്ലാം വലിയ തിരക്ക് രാവിലെ സന്നിധാനത്ത് അനുഭവപ്പെട്ടു. മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നടക്കം വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് ഇന്നലെയും ഇന്നുമായി അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് നിറപുത്തിരി മുഹൂർത്തത്തിന് ശേഷമുള്ള സമയത്ത് തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. മുഴുവൻ ഭക്തജനങ്ങളും ഈ ഒരു സമയം മുഹൂർത്തം ക്രമീകരിച്ചുകൊണ്ടായിരുന്നു എത്തിയത് എന്നാണ് വിലയിരുത്തേണ്ടത്. ഇന്ന് രാത്രി 10 മണിക്ക് നിറപുത്തിരിക്ക് വേണ്ടി മാത്രം ശബരിമല നട തുറന്ന് നട അടയ്ക്കും. രാത്രി 10 മണിക്ക് നടയടച്ച് ഇനി ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടി ചിങ്ങം 1-ന് നട തുറക്കും. എന്തായാലും ഒരു ആഗ്രഹ നിർവൃതിയുടെയും ആഗ്രഹ സഫലീകരണത്തിൻ്റെയും ഒരു വർഷത്തെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ അയ്യപ്പസ്വാമിക്ക് നിവേദ്യം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഐശ്വര്യപൂർണ്ണമായ ദിവസത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ ആ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് ഏറ്റവും ഭക്തി സാന്ദ്രമായി കാണാൻ കഴിഞ്ഞത്. അനു. അതെ മിഥുൻ, ഈ ഇമ്പോസിഷൻ പോലെ കിഷൻ കിഷോർ എന്ന പ്രേക്ഷകൻ എന്നോട് പറയുന്നുണ്ട്. പത്തനംതിട്ടയുടെ സ്വന്തം മിഥുൻ മുരളിയാണ്. അറിയാതെ പറഞ്ഞു പോയതാണ് മിഥുൻ പിള്ള എന്ന്. സ്ലിപ്പ് ഓഫ് ടങ്, ക്ഷമിക്കുക എന്നോട്. എന്തായാലും പത്തനംതിട്ടയുടെ സ്വന്തം മിഥുൻ മുരളി, ശബരിമല മുതൽ പത്തനംതിട്ടയുടെ അങ്ങേയറ്റം വരെ മിഥുൻ എന്നൊക്കെ ആവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ മുത്താണ് മിഥുൻ. എന്തായാലും ശബരിമല വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. മിഥുൻ തുടരുക. കാരണം ഈ റോപ്പ് വേ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഇന്ന് സ്ഥലം പരിശോധന നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വനംവകുപ്പിൻ്റെ ചീഫ് കൺസർവേറ്ററാണ് പദ്ധതി പ്രദേശമൊക്കെ സന്ദർശിക്കുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം അഡ്വക്കേറ്റ് അജികുമാർ, ശബരിമല റോപ്പ് വേ കൺസ്ട്രക്ഷൻ കമ്പനി ഓപ്പറേഷൻ ഹെഡ്, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഒക്കെയായും ഇന്ന് ചർച്ച നടക്കുമെന്നും മനസ്സിലാക്കുന്നുണ്ട്. മിഥുൻ, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കൂടി. റോബയെ സംബന്ധിച്ചിട്ടുള്ള അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ന് ശബരിമല സന്നിധാനത്ത് ഒപ്പം ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തുന്നത്. ഈ സന്ദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം കൂടിക്കാഴ്ചയുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം P അജികുമാർ അടക്കമുള്ള മറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ അടക്കമുള്ള ആളുകളുമായിട്ട് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസർ ചന്ദ്രശേഖർ ഇന്ന് കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ട പരിശോധനകൾ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം പമ്പ മുതൽ സന്നിധാനം വരെയുള്ള നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം, ഒപ്പം ഈ നിർദ്ദിഷ്ട റോഡ്വേ എത്തിച്ചേരുന്ന മാളികപ്പുറം പോലീസ് ബാരക്ക്, ടവറുകൾ നിർമ്മിക്കുന്ന പ്രദേശം, റോഡ്വേ സ്റ്റേഷൻ നിർമ്മിക്കുന്ന പമ്പ ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇന്ന് ഈ പ്രിൻസിപ്പൽ ചീഫ് വനം വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജശേഖർ സന്ദർശനം നടത്തുന്നത്. അതിൻ്റെ ആദ്യഘട്ട സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മാളികപ്പുറത്തോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലും ഈ നിർദ്ദിഷ്ട റോഫെ അവസാനിക്കുന്ന മാളികപ്പുറത്തോട് ചേർന്നിട്ടുള്ള പോലീസ് ബാരക്ക് അടക്കമുള്ള ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള മെമ്പർ അജികുമാർ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിലേക്ക് പമ്പ വരെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് പരിശോധന നടത്തും. അതിനുശേഷം ഈ ദേവസ്വം ബോർഡും മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാക്കിയായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമാക്കിയായിട്ടുള്ള കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളുമൊക്കെ ഇന്ന് തന്നെ നടക്കുന്നുണ്ട്. സംസ്ഥാന വന്യജീവി വകുപ്പ് പദ്ധതിക്ക് അനുകൂല നിലപാട് റിപ്പോർട്ട് നൽകിയതിനെ
തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അന്തിമ റിപ്പോർട്ടിന് വേണ്ടി ഫോറസ്റ്റ് കൺസർവേറ്റീവ് ഓഫീസർ ഇപ്പോൾ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിൻ്റെ അനുമതി കൂടി ലഭിച്ചാൽ ശബരിമല റോപ്വേ യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യമാണ് ഇനി അടുത്ത ഘട്ടമായി ഉള്ളത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റീവ് ഓഫീസർ രാജശേഖർ ഇപ്പോൾ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി. ഇക്കോ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുമായി തിരുവനന്തപുരത്ത് ഒരു പുതിയ ഇടം. തിരുവനന്തപുരം പൊന്മുടി പാതയിൽ ഇരുത്തല മൂലയിൽ നിന്നും 2350 അടി ഉയരത്തിലുള്ള അനന്ത സാധ്യതകൾ തുറക്കുന്ന ഒരിടം. ജില്ലയിലെ നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും ദൂരക്കാഴ്ചകളിലൂടെ കാണുന്നതിനോടൊപ്പം തന്നെ പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ച് അതിരാവിലെ എത്തിയാൽ സൂര്യോദയവും ഒക്കെ കാണാനാകും ഇവിടുന്ന്. ചെങ്കുത്തായി കിടക്കുന്ന കയറ്റം കയറി സാഹസികമായി പാറകൾ താണ്ടി വേണം ചിറ്റിപ്പാറയുടെ മുകളിലെത്താൻ. അവിടെ എത്തിയാൽ കാണുന്നതാകട്ടെ നിരവധി വ്യൂ പോയിന്റുകൾ. തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും ദൂരക്കാഴ്ചയിലൂടെ കാണാം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം. അതിരാവിലെ എത്തിയാൽ സൂര്യോദയവും കാണാനാകും. തിരുവനന്തപുരം ജില്ലയിൽ തൊളിക്കോട് പഞ്ചായത്തിന് കീഴിലെ മലയടി വാർഡിൽ പൊൻപാറ സെറ്റിൽമെന്റ് പ്രദേശത്താണ് ഈ സൗന്ദര്യം തുളുമ്പുന്ന പാറക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് കുറച്ച് ഭാഗത്ത് വീടുകളൊന്നുമില്ല, ഒരു ക്ഷേത്രം മാത്രമേ. ഇതൊരു 15 വർഷമാവും ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി ജനങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ വന്നു തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ആരാധനയാക്കി മാത്രമാണ് ഇവിടെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ടൂറിസ്റ്റ് മേഖലയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ ചിറ്റിപ്പാറ മാറിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ത്രിതല പഞ്ചായത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രദേശത്തെ ഒരു വൻ കുതിപ്പിലേക്ക് ടൂറിസം നമുക്ക് മാറ്റുവാൻ കഴിയും. ഈ നാടിൻ്റെ പൊതുവായ വികസനവും ഇവിടെ വരാൻ കഴിയും. ഇതൊരു ട്രൈബൽ മേഖലയാണ്. ഇത് പൊൻപാറ സെറ്റിൽമെൻറ്റിൽ വരുന്ന പ്രദേശമാണ്. ഈ നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ടാവും ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി വികസനത്തിന്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അനന്തമായ ടൂറിസം സാധ്യത ഉണ്ടാകുമെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി റൂട്ടിലാണ് ഈ സ്ഥലം എന്നതുകൊണ്ട് നിരവധി ടൂറിസ്റ്റുകളാണ് പാറയുടെ മുകളിലെത്തുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സന്ദർശകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വന്നു പോകുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. ശനിയും ഞായറും എന്നുള്ള ദിവസങ്ങൾ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിൽ ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകളിലൂടെ വന്നു പോകുന്നു. പക്ഷേ ഇത് ഈ ചിറ്റിപ്പാറയ്ക്ക് ഒരു സേഫ്റ്റി ഇതുവരെയും ഇല്ല. അത് കാരണം മറ്റ് അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് വരികയാണെങ്കിൽ ഇവിടെയുള്ള ആദിവാസികളായ ഞങ്ങളെ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടും, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ സേഫ്റ്റി ഇത് ഇവിടെ ഉണ്ടാവും. വലിയ വികസനം ഈ ചിറ്റിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുകയാണെങ്കിൽ ഉണ്ടാവും സാധ്യതയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടം ടൂറിസ്റ്റ് മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നത്. ഇതിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടമുണ്ടാകുന്നതോടൊപ്പം വനവാസി ഊരുകളിലെ യുവതീ യുവാക്കൾക്ക് ജോലി സാധ്യതകളും ഏറും. ചിറ്റിപ്പാറ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ഈ സൂര്യോദയം കാണാനും എല്ലാത്തിനും ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളും ഫാമിലികളും എല്ലാവരും വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അവിടെ വന്ന് ഒരുപാട് പേര് വഴി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ചിറ്റിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി നേരത്തെ തന്നെ MLAയ്ക്കും MP-ക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പലരും വന്നു ഇങ്ങനെ നോക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു പോയി. ഇപ്പോൾ റെഡിയാവും, ഇപ്പോൾ ഇതാവും എന്ന് പറഞ്ഞു. ഈ പ്രദേശം നല്ല ചിറ്റിപ്പാറ നല്ല ഒരു തിരുവനന്തപുരം സിറ്റിയെ തന്നെ ഏകദേശം തിരുവനന്തപുരം ജില്ലയുടെ ഒരു 50% ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാമെന്നുള്ള ഒരു രീതിയാണ്. വിനോദസഞ്ചാര മേഖലയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ നാട്ടുകാർ MP-ക്കും MLAയ്ക്കും കത്ത് നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ തേടുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി. കുടുംബത്തോടെ വന്ന് സ്ഥലം സന്ദർശിച്ചു പോകുന്നവർ നിരവധിയാണ്. അടിസ്ഥാന സൗകര്യമൊരുക്കി മികച്ചൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ചിറ്റിപ്പാറ മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ജനം, തിരുവനന്തപുരം.
ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നിന്നൊക്കെ നല്ല വാർത്തകൾ വരുന്നുണ്ട്. അവിടെ 2 ഭീകരരെ വധിക്കാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്കായിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ 2 ഭീകരരെ രാവിലെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഈ ഭീകരരെ വളഞ്ഞ് അവിടെ സുരക്ഷാ സേന നിൽക്കുന്ന കാര്യം. എന്തായാലും അവരെ 2 വധിച്ചിട്ടുണ്ട്. പഴയ ഭാരതമല്ലല്ലോ, മോദി ഭാരതമല്ലേ. ഇവിടെ എങ്ങനെയാണ് ഭീകരതയ്ക്ക് സ്ഥാനം കൊടുക്കാനാവുക? ഇവിടെ എങ്ങനെയാണ് ഭീകരർക്ക് ഒളിഞ്ഞിരിക്കാനാവുക? നടക്കില്ല. ഇതെല്ലാം ഉടച്ച വാർക്ക് തന്നെ ചെയ്യും. ഭീകരതയെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കും. ഭീകരരെ വാഴിക്കാൻ സമ്മതിക്കത്തുമില്ല. എന്തായാലും ആ വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം, നൽകാം. ഇനി നമുക്ക് സംസ്ഥാനത്തേക്ക് തിരികെ എത്തുകയാണെങ്കിൽ IAS തലപ്പത്ത് വലിയ അഴിച്ചുപണി നടന്ന ഒരു സാഹചര്യമുണ്ട്. 4 ജില്ലകളിലെ കളക്ടർമാർ ഉൾപ്പെടെ 25 ഉദ്യോഗസ്ഥർക്കാണ് മാറ്റം. പ്രിയങ്ക എറണാകുളം ജില്ലാ കളക്ടറാകും. MS മാധവിക്കുട്ടി പാലക്കാട് കളക്ടർ. ചേതൻ കുമാർ മീണ കോട്ടയം കളക്ടർ. ഒപ്പം ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ഇടുക്കി ജില്ലാ കളക്ടറായും ചുമതലയേൽക്കും. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി ഡോക്ടർ K വാസുകിയെയും തൊഴിൽ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി S ഷാനവാസിനെയും നിയമിച്ചു. ആ മാറ്റം ശ്രദ്ധിക്കുക. എന്തായാലും S ഷാനി നൽകും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ശാലിനി. കാര്യമായൊരു മാറ്റം തന്നെയാണ് IAS തലപ്പത്തുണ്ടായിട്ടുള്ളത്. 4 ജില്ലാ കളക്ടർമാർക്കടക്കം സ്ഥാനമാറ്റം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ 25 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി സ്ഥാനമാറ്റവും ചലനവും ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച ഗവൺമെൻറ് ഓർഡർ പുറത്തിറങ്ങിയത്. പ്രധാനമായും എറണാകുളം ജില്ലാ കളക്ടറായി പ്രിയങ്കയും ഒപ്പം തന്നെ MS മാധവിക്കുട്ടി പാലക്കാട് ജില്ലാ കളക്ടറായും മാറ്റം നൽകിക്കൊണ്ടാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ ഇനി ചേതൻ കുമാർ മീണയായിരിക്കും ജില്ലാ കളക്ടർ. ഒപ്പം തന്നെ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ഇടുക്കി ജില്ലാ കളക്ടർ ആവുകയാണ്. K വാസുകിയെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി ഔദ്യോഗികമായി നിയമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ ആ ചുമതലയിൽ തുടരുകയാണ്. താൽക്കാലിക ചുമതലയായിരുന്നു, പക്ഷേ ആ ചുമതല സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ സ്പെഷ്യൽ സെക്രട്ടറിയായി S ഷാനവാസിനെ നിയമിച്ചു. ഷീബ ജോർജിനെ ആരോഗ്യവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. B അബ്ദുൾ നാസറിനെ ന്യൂനപക്ഷ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. ഡോക്ടർ S ചിത്രയെ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. ഇന്നലെ രാത്രി ഉത്തരവിറങ്ങിയിട്ടുണ്ട്. തദ്ദേശ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതലയും ഇവർ വഹിക്കുമെന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ തന്നെ A ഗീതയെ ഹൗസിംഗ് ബോർഡിന്റെയും ഒപ്പം തന്നെ നിർമ്മിതി കേന്ദ്രത്തിന്റെയും ചുമതല നൽകുക ഡയറക്ടർ ചുമതല നൽകിക്കൊണ്ടാണ് ഉത്തരവ്. ജെറോമിക് ജോർജിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചിരിക്കുകയാണ്. മുൻപ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇതിനുശേഷം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല കൂടിയാണ് ജെറോമിക് ജോർജിന്. കൂടാതെ തന്നെ NSK ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി കൂടി നിയമിച്ചുകൊണ്ടാണ് സർക്കാർ ഔദ്യോഗിക തലത്തിൽ ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്നു മുതൽ തന്നെ ഈ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. അനു. ശരി. അങ്ങനെ പുത്തൻപുലരിയുടെ ഇന്നത്തെ ദിവസത്തെ സമയം നമുക്കിവിടെ അവസാനിക്കുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ജനം TV-യിൽ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ലൈവ് റിപ്പോർട്ട്സ് ആരംഭിക്കുകയാണ്. രാഖി അനൂപ് ചേരും. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം. നന്ദി, നമസ്തേ.